നമസ്കാരം. ആകാശത്തിന് കീഴിലുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അഭിപ്രായമുള്ള ആളുകളാണ് നമ്മൾ മലയാളികൾ. നമ്മുടെ മലയാളി സൊസൈറ്റി ഇത്രയും മുന്നോട്ട് പോയിട്ടുള്ള കാര്യങ്ങളും ഈ ചർച്ചകൾ തന്നെയാണ്. അപ്പോൾ ചർച്ചകൾ നമ്മുടെ ഒരു സൊസൈറ്റിയുടെ ഒരു ഭാഗം തന്നെയാണ്. ഈ ഡിസ്കസ്, ഡിബേറ്റ്, ഡിസെൻറ്റ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന ശിലകളാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് മനസ്സിലാക്കി മുന്നോട്ട് പോകുക എന്നുള്ളത് ഒരു സാധാരണ മലയാളിയുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ത്വരയാണ്. എന്തായാലും അത്തരത്തിൽ കൂടുതൽ ആളുകളെ പരിചയപ്പെടുവാനും കൂടുതൽ വിഷയങ്ങളിലേക്ക് ചർച്ചകൾ, നന്നായിട്ടുള്ള ചർച്ചകളും അഭിപ്രായങ്ങളും എതിരഭിപ്രായങ്ങളും ഒക്കെ എത്തിക്കുവാനും ഒരു ഫോറമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കേരളത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചാണ്. വലിയ രീതിയിലുള്ള ചർച്ചകളും വിവാദങ്ങളുമൊക്കെ കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തെക്കുറിച്ച് നടക്കുകയാണ്. കേരള മോഡൽ എന്താണ്, കേരള മോഡൽ ആര് കൊണ്ടുവന്നു, കേരളം നമ്പർ 1 ആണ്, എന്തൊക്കെ വേണം എന്നൊക്കെയുള്ള ചർച്ചകളിൽ വിഷയങ്ങളിൽ നമ്മളോടൊപ്പം സംസാരിക്കാൻ ഇന്ന് എത്തിയിട്ടുള്ളത് ഏറെ പ്രിയപ്പെട്ട ശ്രീ ജി പ്രമോദ് കുമാറാണ്. ആ പ്രമോദിനെ നിങ്ങൾ പല ആളുകളും ചാനലിലൂടെയും നവമാധ്യമങ്ങളിലൂടെയൊക്കെ അറിഞ്ഞു കാണും. അദ്ദേഹം യുണൈറ്റഡ് നേഷൻസിൻ്റെ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമായിട്ടുള്ള UNDP-യുടെ സീനിയർ അഡ്വൈസറായിരുന്നു. വളരെ അധികകാലം ഇന്ത്യയിലും അതോടൊപ്പം തന്നെ ഏഷ്യൻ രാജ്യങ്ങളിലുമൊക്കെ ആരോഗ്യരംഗത്തെക്കുറിച്ചും വികസനത്തെക്കുറിച്ചുമൊക്കെയുള്ള പോർട്ട്ഫോളിയോസ് കൈകാര്യം ചെയ്ത വളരെ സീനിയറായിട്ടുള്ള UN-ൽ നിന്ന് പിന്നെ വിരമിച്ച് വന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ അതോടൊപ്പം തന്നെ അദ്ദേഹം പത്രങ്ങളിലും ജേർണലുകളിലുമൊക്കെ പല വിഷയങ്ങളെക്കുറിച്ചുമൊക്കെ എഴുതാറുണ്ട്. ഈ അടുത്ത കാലത്ത് ഈ ചർച്ചകൾ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു വേറിട്ടൊരു ഒരു സ്വരമായിട്ടിരുന്നത് പ്രിയപ്പെട്ട ശ്രീ പ്രമോദാണ്. വളരെയധികം വ്യത്യസ്ത അഭിരുചികളുള്ള, വളരെ ബോൾഡായി ആരെയും മുഖം നോക്കാതെ, സർക്കാരുകളെയൊന്നും ഭയക്കാതെ അല്ലെങ്കിൽ വ്യക്തികളെ ഭയക്കാതെ തൻ്റെ അഭിപ്രായം തുറന്നു പറയുന്ന ശ്രീ പ്രമോദ് കുമാർ ആരോഗ്യത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ നമ്മളോട് പങ്കുവയ്ക്കുന്നു. വെൽക്കം പ്രമോദ്. താങ്ക്സ് ഫോർ കമ്മിങ് ഹിയർ. നൈസ് ടു ഹാവ് യു ഹിയർ. എനിക്ക് പ്രമോദിനെ കാണുമ്പോൾ ആദ്യം ചോദിക്കേണ്ടത്, ഇപ്പോൾ ഞാനൊക്കെ ജനിച്ച് വളർന്ന എല്ലാ മലയാളിയും വളർന്നു കേട്ടൊരു സാധനമാണ് നമ്മുടെ കേരള മോഡൽ. കേരള മോഡൽ കാരണം വിദ്യാഭ്യാസം, ആരോഗ്യം ഒക്കെ കാരണമാണ് കേരളം മറ്റെല്ലാ സംസ്ഥാനങ്ങളെക്കാളും ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സിൽ മുന്നിലെന്നുള്ളത്. അത് ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു കാര്യമാണല്ലോ. പക്ഷേ അടുത്ത കാലത്തായിട്ടാണ് കേരള നമ്പർ 1 എന്നുള്ളത് ഒരു ക്യാമ്പയിനായി, ഒരു പക്ഷേ ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിനായി കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഹെൽത്തും എഡ്യൂക്കേഷൻ തുടങ്ങിയ കാര്യങ്ങൾ കേരളവും ഒരുപക്ഷെ ഐക്യ കേരളം ഉണ്ടാകുന്നതിന് മുമ്പ് തിരുവിതാംകൂറും ബ്രിട്ടീഷ് റെസിഡൻസിയൊക്കെ ആയിരുന്ന സമയത്തുമൊക്കെ ഉണ്ടായതിൻ്റെ ഒരു തുടർച്ചയല്ലേ, അതോ വാട്ട് സ്പെസിഫിക്കലി ഹാസ് ഹാപ്പൻഡ്? ഈ കേരള മോഡലിൻ്റെ അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന ഈ മെച്ചപ്പെട്ട ആരോഗ്യ ഇൻഡൈസസിൻ്റെ കാരണക്കാരൊക്കെയാണ്? അതോ അങ്ങനെ മെച്ചപ്പെട്ട ആരോഗ്യ ഇൻഡൈസസ് നമുക്കുണ്ടോ? അതായത് ഈ കേരള മോഡൽ ശബരി പറഞ്ഞ പോലെ ഇറ്റ്സ് എ ഹിസ്റ്ററി ആൻഡ് ലെഗസി ഓഫ് മോർ ദൻ 100 years. നമ്മുടെ പ്രിൻസ്ലി സ്റ്റേറ്റ്, മിഷണറീസിൻ്റെ വർക്ക്, അതിനുശേഷമുള്ള സോഷ്യൽ റിഫോർമേഷൻ, ഇതെല്ലാം കാരണം നമ്മളിപ്പോൾ പ്രീ ഇൻഡിപെൻഡൻറ്റ് പീരീഡിൽ എടുത്താൽ പോലും കേരളത്തിൻ്റെ ഇൻഡിസസ് മച്ച് അബവ് ദ നാഷണൽ ആവറേജ്. അപ്പോൾ ഈ കേരള മോഡലിൻ്റെ ഫൗണ്ടേഷൻ അന്ന് തന്നെ ഉണ്ട്. അതിൽ ശേഷം ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ വന്നതിന് ശേഷം സക്സസീവ് ഗവൺമെൻറ്റ്സ് continue to invest in the same legacy. That means they spend the maximum amounts of money on health and education. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്ത് വന്ന ആ ഒരു മോഡലാണ് mid-70s കേരള മോഡൽ എന്നറിയപ്പെടാൻ തുടങ്ങിയത്. ഈ കേരള മോഡൽ എന്ന് പറയുന്നത് ആദ്യമായിട്ട് വരുന്നത് 75-ലാണ്. UN DESA എന്ന് പറയുന്ന UNDESA, അതും CDSും കൂടെ ചേർന്ന് ഒരു പേപ്പർ അന്ന് ഉണ്ടാക്കിയായിരുന്നു. ആ പേപ്പറിലാണ് ഈ കേരള മോഡൽ വരുന്നത്. എന്താണെന്നറിയാം, അതിൻ്റെ സമ്മറി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. കേരള വാസ് എ പൂർ സ്റ്റേറ്റ്. അതായത് our per capita income was below the national average, much below the national average, but our human development indices were much higher. അപ്പോൾ അത് കാരണം ഈവൻ വിത്ത് ലോ പെർ ക്യാപിറ്റ ഇൻകം, ഈവൻ വിത്ത് ലെസ് മണി യു ക്യാൻ അച്ചീവ് ഹയർ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്നുള്ള ആ മോഡല് ഇപ്പോൾ ഈ നമ്മുടെ എല്ലാ ഇൻ്റർനാഷണൽ ഏജൻസീസിൻ്റെയും UN-ൻ്റെയും ഒക്കെ ഒരു പ്രധാന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ബെസ്റ്റ് പ്രാക്ടീസ് അവിടുന്ന് എടുത്തിട്ട് മറ്റുള്ള രാജ്യങ്ങൾക്ക് കാണിച്ചു കൊടുക്കുക. നമ്മൾ പറയത്തില്ല സൗത്ത് കോഓപ്പറേഷൻ. അപ്പോൾ അങ്ങനെ ലോകം മുഴുവൻ പ്രചരിപ്പിച്ച ഒരു മോഡലായിരുന്നു. നിങ്ങൾക്ക് ഒത്തിരി പണമൊന്നും വേണ്ട, യു ഇൻവെസ്റ്റ് ഇൻ പ്രയോറിറ്റി സെക്ടേഴ്സ്, യു ക്യാൻ അച്ചീവ് വെൽ. ആ ട്രെൻഡ് കണ്ടിന്യൂഡ് till 90s and the peak was in the 70s.
That is during Achyuta Menon's period. That is during the Congress, a government in which Congress was the pillar. And Achyuta Menonu ഇതിനുള്ള സഹായം കിട്ടിയത് കോൺഗ്രസിൽ നിന്നും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ അന്ന് ഇന്ദിരാഗാന്ധിയുടെ കാലത്തുണ്ട്. അച്യുത മേനോന് ധാരാളം സപ്പോർട്ട് ഇന്ദിരാഗാന്ധിയുടെ കയ്യിൽ നിന്ന് കിട്ടി. അപ്പോൾ ഏർലി 70s നമ്മുടെ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഏർലി 70s നമ്മുടെ ഹെൽത്ത്, നമ്മുടെ ബജറ്റിൻ്റെ 12.5% വാസ് ഓൺ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ 25 to 30% പെർസെൻറ്റേജ് of the general budget. I mean general expenditure. അതിപ്പോൾ ഒത്തിരി കുറഞ്ഞിട്ടില്ലേ? ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒത്തിരി താണു. ഇപ്പോൾ അതെല്ലാം പോയി. അതെ ഇപ്പോൾ അതായത് ആ സമയത്ത് ആരോഗ്യം, എഡ്യൂക്കേഷൻ ഈ രണ്ട് മേഖലകളിലും സ്പെൻഡ് ചെയ്ത അതിൻ്റെ പീക്ക് എന്ന് പറയുന്നത് 70s ആണ്. 80s it continued. ക്ലോസ് ടു 30% അടുപ്പിച്ച് 25 to 30% was on education alone during the 70s and about 12.5% in early 70s. ഞാനിപ്പോൾ എല്ലാ വർഷത്തിനെയും കണക്ക് പറയുന്നില്ല. അത് കഴിഞ്ഞ് 80s it continued. But by the 90s, it started coming down. 90s എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പ്രൈവറ്റൈസേഷൻ സ്റ്റാർട്ടഡ്. മനസ്സിലായില്ലേ? അതിനൊരു കാരണമെന്ന് പറയുന്നത് നമ്മുടെ ആൾക്കാർ സെക്കൻഡ് വേവ് ഓഫ് മൈഗ്രേഷൻ തുടങ്ങുന്നു. ഗൾഫ് മണി ധാരാളമായിട്ട് വരാൻ. അതിനു മുമ്പ് ലേബറേഴ്സും ഈ ലോ വാല്യൂ ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസ് എക്സ്പോർട്ട് ആയിരുന്നല്ലോ. അപ്പോൾ ഈ കൂടുതൽ പണം വരാൻ തുടങ്ങി. പിന്നെ സർക്കാർ തന്നെ സ്ലോലി വെൻ ദ പ്രൈവറ്റ് സെക്ടർ എക്സ്പാൻഡഡ്, this government slowly by default almost like receded. പിന്നീട് കാണുന്നത് ഒരു പ്രൈവറ്റൈസേഷൻ്റെ കാലമാണ്. അപ്പോൾ ഈ പറയുന്ന ഹെൽത്ത് കേരള നമ്പർ വൺ ഇന്ന് പറയുന്നത് is sheer propaganda, nothing else. The Kerala model as we know ended in the 90s, but the indices were high. Those indices continue to be high because people had attained a certain living standard. സ്റ്റാൻഡേർഡ് ഓഫ് എഡ്യൂക്കേഷൻ, സ്റ്റാൻഡേർഡ് ഓഫ് ഹെൽത്ത്. അപ്പോൾ അവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഹെൽത്ത് സീക്കിംഗ് ബിഹേവിയർ മാറി. ഈ പ്രൈവറ്റ് സെക്ടർ വരാൻ തന്നെ കാരണം ഇത്രയും വർഷത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് കാരണം ജനങ്ങൾക്ക് നല്ല ഹെൽത്ത് വേണം, നല്ല എഡ്യൂക്കേഷൻ വേണം എന്നുള്ള കാരണം അവർ പ്രൈവറ്റ് വന്നപ്പോൾ അവരതിനെ ഗ്രാബ് ചെയ്തു. അപ്പോൾ ഞാനിപ്പോൾ അവിടെ ഒരു പോസിറ്റ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ, അങ്ങ് പറഞ്ഞ പോലെ 70s നമ്മൾ ഈ കേരള മോഡൽ എന്നുള്ള ഒരു പേര് കോയിൻ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഒരു ഐക്യ കേരളം ഉണ്ടായ കാലം മുതൽക്ക് ഇന്നുവരെ നോക്കുകയാണെങ്കിൽ മാറി മാറി വന്ന സർക്കാരുകൾ ഹെൽത്തിലും എഡ്യൂക്കേഷനും അത്ര ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ്. അപ്പം ഈ പറയപ്പെടുന്ന പോലെ ഈ ഇടതുപക്ഷത്തിൻ്റെ ഒരു കുട്ടിയാണ് ഈ കേരള മോഡൽ എന്നുള്ളതും, അല്ലെങ്കിൽ പലപ്പോഴും ഒരു ഇൻ്റലിജൻസിയയിലൊക്കെ അല്ലെങ്കിൽ ആർട്ടിക്കിൾസിലും പലരുമൊക്കെ എഴുതുന്നതും സൈലൻ്റ്ലി ആൻഡ് വെരി സ്മാർട്ട്ലി ഇഗ്നോർ ദി കോൺഗ്രസ് അല്ലെങ്കിൽ സപ്തപക്ഷ മുന്നണി അടക്കമുള്ള ആ ഒരു കാലഘട്ടത്തിൽ. സോ അത് കേരളത്തിൻ്റെ മലയാളികൾ എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ട് അവർ വോട്ട് ചെയ്യുന്ന സർക്കാരുകൾ ആരോഗ്യത്തിലും വിദ്യാഭ്യാസത്തിലും മാറ്റം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് ഐ തിങ്ക് ഇറ്റ് ഷുഡ് ബി, ഇഫ് യു ആസ്ക് മീ, ആട്രിബ്യൂട്ടഡ് ടു ദി പീപ്പിൾ. ഈ ജനങ്ങൾ കാരണം അവരുടെ സർക്കാരുകൾ ആരോഗ്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ള ഒരു പരിപ്രേക്ഷ, ഒരു അസംഷൻ കറക്റ്റ് ആയിരിക്കും. എക്സാക്ട്ലി. മാത്രമല്ല ഇതിൻ്റെ ഒരു കൗണ്ടറുണ്ട്. അതായത് ഇവരിപ്പോൾ ക്ലെയിം ചെയ്യുന്ന കേരള നമ്പർ 1 ഉണ്ടല്ലോ, ഈ 57 ആണല്ലോ ആദ്യത്തെ ഗവൺമെൻറ് വരുന്നത്. 57 മുതൽ ഈ 90s വരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ യു വിൽ ബി സർപ്രൈസ്ഡ് ദാറ്റ് കോൺഗ്രസ് ഓർ കോൺഗ്രസ് അലൈഡ് ഗവൺമെൻറ്റ്സ് റൂൾ ഫോർ ദ മോസ്റ്റ് ദ പീരിയഡ്. മറ്റേത് ഇറ്റ്സ് എ ഹാൻഡ്ഫുൾ ഓഫ് ഇയേഴ്സ്. സോ ഇഫ് അറ്റ് ഓൾ എനിബഡി ക്യാൻ ക്ലെയിം ക്രെഡിറ്റ്, ഇറ്റ് ഷുഡ് ബി കോൺഗ്രസ് ആൻഡ് ഇറ്റ്സ് അലൈസ്. ഇത് ആരും പറയുന്നില്ല. ഈ നിങ്ങളിപ്പോൾ 57 മുതൽ 90s വരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് റൂൾ ഫോർ എ വെരി ഫ്യൂ ഇയേഴ്സ്. മനസ്സിലായില്ല? ഇപ്പോൾ 80s ഉണ്ടായിരുന്നൊരു ഗവൺമെൻറ്, അത് കഴിയുമ്പോഴത്തേക്കും 90s ആകുമ്പോഴത്തേക്കും ദ ഹോൾ തിങ് ചേഞ്ച്ഡ്. അപ്പോൾ ടു കണ്ടിന്യൂ വിത്ത് വാട്ട് വി വർ സേയിങ്, അപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആളുകളുടെ ഹെൽത്ത് സീക്കിംഗ് ബിഹേവിയർ ഈസ് ഹൈ, ഇൻഡിസസ് ആർ എനിവേ ഹൈ. ദാറ്റ് കണ്ടിന്യൂ ടു ബി ഹൈ ബിക്കോസ് നൗ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം ജനങ്ങൾ പ്രൈവറ്റിൽ നിന്ന് വാങ്ങാൻ തുടങ്ങി. ഇവർ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകാൻ തുടങ്ങി. കുറേശ്ശെ ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ കുറഞ്ഞു വന്നു. ഇപ്പോൾ 70% കൂടുതൽ, ഏതാണ്ട് 78% ഒക്കെ ഗവൺമെൻറ്റിലായിരുന്നത് 70s 80s 90s ആയപ്പോൾ വളരെ താഴെ വന്നു. നേരെ ഓൾമോസ്റ്റ് റിവേഴ്സായി. മനസ്സിലായില്ലേ? 30-40% ഒക്കെ ആയി. അത് ദാറ്റ് കണ്ടിന്യൂഡ്. അവർ ഇൻഡിസസ് ആർ സ്റ്റിൽ ഹൈ. കാരണം ഇപ്പോൾ ഇൻഡിസസ് ഹൈ മാത്രമല്ല, അത് കൂടി നമ്മൾ വി ഹവ് റീച്ച്ഡ് വെസ്റ്റേൺ സ്റ്റാൻഡേർഡ്സ്. ബട്ട് ഇറ്റ് കംസ് അറ്റ് എ ഹ്യൂജ് കോസ്റ്റ് ടു ദ പീപ്പിൾ. പീപ്പിൾ ആർ സ്പെൻഡിങ് ദെയർ ഓൺ മണി. ദിസ് ഈസ് നത്തിങ് ടു ഡു വിത്ത് ദ ഗവൺമെൻറ്. ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു കോൺട്രിബ്യൂഷനേ അല്ല. ഇത് പ്രൈവറ്റ് സെക്ടറിൽ നിന്നും
ജനങ്ങൾ പൈസ കൊടുത്ത് അവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനുള്ള ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ പ്രധാന ഇൻഡിസസ് ഏതൊക്കെയാണ്? ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, മെറ്റേണിറ്റി മോർട്ടാലിറ്റി റേറ്റ്, അതായത് ശിശുമരണ നിരക്ക്, മാതൃമരണ നിരക്ക്, പിന്നെ ലൈഫ് എക്സ്പെക്റ്റൻസി, എത്ര കാലം നമ്മൾ ജീവിക്കുന്നുള്ളത്. ഇതിന് മൂന്നും ശിശുമരണ നിരക്കെന്ന് പറയും. ഇത് രണ്ടും ഗർഭമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ. ഗർഭിണികൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകുന്നത് ഓൾമോസ്റ്റ് നിൽ, മേ ബി 10%. അതിൽ ഞാനിപ്പോൾ ഒരു ഏത് ഗവൺമെൻറ് ഒരു പ്രോ ഗവൺമെൻറ് അല്ലെങ്കിൽ സിസ്റ്റം സ്റ്റാൻഡ്സ് എടുക്കുകയാണെങ്കിൽ പണ്ടൊക്കെ ഉണ്ടായിരുന്നില്ല ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി. അത് സർക്കാരിൻ്റെ ക്യാമ്പയിനിലൂടെയും ഈ പറഞ്ഞ ത്രിതല പഞ്ചായത്തുകളിലൂടെയും കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറിക്കുള്ള സംവിധാനം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പറയപ്പെടുന്ന IMR ആണെങ്കിലും നിയോനാട്ടലൊക്കെ ആണെങ്കിലും നമ്മുടെ ആശാ വർക്കർമാരടക്കം വാക്സിനേഷൻ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് പ്യോർലി ഗവൺമെൻറ് റോളില്ല എന്ന് പറയാൻ പറ്റുമോ? ഞാൻ ഗവൺമെൻറ്റിൻ്റെ റോൾ ഇല്ലെന്നല്ല പറഞ്ഞത്. ഗവൺമെൻറ്റിൻ്റെ റോൾ കൊണ്ടാണല്ലോ കേരള മോഡൽ ഉണ്ടായത്. കേരള മോഡൽ ഇസ് പ്യോർലി മെയ്ഡ് ബൈ ദ ഗവൺമെൻറ്. അവരുണ്ടാക്കിയ ആസ്പിറേഷൻ ഈസ് സസ്റ്റൈൻഡ് ബൈ ദ പീപ്പിൾ ആൻഡ് ദ പ്രൈവറ്റ് സെക്ടർ. ദി സപ്പോർട്ടിങ് ആശാ വർക്കർമാരുടെ സപ്പോർട്ടും ബാക്കിയുള്ള എല്ലാം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ക്യാമ്പയിൻസ് ഇതെല്ലാം സഹായിക്കുന്നുണ്ട്. പക്ഷേ ഫൈനലി ഹൂ ഡെലിവേഴ്സ് ദ ഡെലിവറി? ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾ ആൻറ്റിനേറ്റൽ കെയറിനും ഇപ്പോൾ ഇത്ര പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോകണമെന്നൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് 85% മുകളിൽ അവർ പ്രൈവറ്റിലാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ IMR സ്റ്റിൽ പക്ഷേ ഗവൺമെൻറ് ലൈക്ക് പ്രൈവറ്റിൽ ജനിച്ച കുട്ടിയാണെങ്കിലും ഗവൺമെൻറ് സെൻറ്റേഴ്സ് ട്രാക്കേഴ്സ് ലൈക്ക് എൻ്റെ ഫോണിൽ SMS വരാറുണ്ട്. ആശാ വർക്കർ വീട്ടിൽ വന്ന് ഓർപ്പിക്കാറുണ്ട് വാക്സിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഐ തിങ്ക് ഇറ്റ്സ് മ്യൂച്വൽ. നമുക്ക് ഇറ്റ്സ് ഫൈൻ. അത് യുവർ പെർസ്പെക്റ്റീവ്. മൈ പെർസ്പെക്റ്റീവ് ഈസ് ഗവൺമെൻറ് ഇതിനൊരു ഇറ്റ്സ് എ വെരി ഹൈ, ഇറ്റ്സ് കംസ് അറ്റ് എ കോസ്റ്റ്. പെണ്ണുങ്ങൾ പ്രസവത്തിനായിട്ടും അവരുടെ പ്രസവരക്ഷയ്ക്കായിട്ടും ഒക്കെ ആയിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റൽ അല്ലെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഇറ്റ്സ് നോട്ട് ചീപ്പ്. ഗവൺമെൻറ് ഈസ് മേക്കിംഗ് ദം ഡു ഓൾ ദാറ്റ്, ഫൈൻ. പക്ഷേ ഈ ചെലവുണ്ടല്ലോ ഇത് അപ്പോൾ ഇതൊക്കെയാണ് ഇൻഡിസസിൻ്റെ പുറകിലുള്ള ഇത്. അപ്പോൾ ഈ 2-3 ഇൻഡിസസ് വെച്ചിട്ടാണ് നമ്മൾ കേരള നമ്പർ 1. അതിലേക്കാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇഷ്യൂ ഉണ്ടായപ്പോഴും മിനിസ്റ്റർ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് IMR-ഉം MMR-ഉം അണ്ടർ 5 മോർട്ടാലിറ്റി റേറ്റും ഇതൊക്കെയാണ്. ആ ഇൻഡൈസസ് വെച്ചാണോ ഇപ്പോഴും നമ്മൾ കേരളത്തിൻ്റെ ഹെൽത്തിനെ നമ്മൾ പഠിക്കേണ്ടത്? നമുക്ക് പല പ്രശ്നങ്ങളുമില്ലേ? ആ പ്രശ്നങ്ങളെ മൂടാൻ വേണ്ടി ഈ ഇൻഡൈസസ് കൊണ്ടുവരുന്നതാണോ പറയുന്നത്? അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഈ കേരള മോഡൽ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ഈസ് ഹൈ. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ഉണ്ടാകുന്ന ഇങ്ങനെ കുറേ ഇൻഡിസസിൽ നിന്നാണ്. ഈ ഇൻഡിസസ് എന്ന് പറയുന്നത് ആണ് ഇവരെപ്പോഴും പറഞ്ഞുകൊണ്ട് ഇതൊക്കെ തന്നെയാണ് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി, മെറ്റേണൽ മോർട്ടാലിറ്റി, ലൈഫ് എക്സ്പെക്റ്റൻസി, ലിറ്ററസി, ഇതുപോലുള്ള കുറേ കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ബൾക്ക് എന്ന് പറയുന്നത് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷനാണ്. ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ, യെസ്, ഇത് രണ്ടുമാണ്. ഇത് കണ്ടിന്യൂ ചെയ്യും. ഈ മോഡലിൽ ഇപ്പോൾ കേരളത്തിൻ്റെ ഈ നിലവാരം താഴെയൊന്നും വരാൻ പോകുന്നില്ല. മറ്റ് സംസ്ഥാനങ്ങൾ ദേ മേ ക്യാച്ചപ്പ്. തമിഴ്നാടൊക്കെ ഒത്തിരി മുന്നോട്ട് വന്നിട്ടുണ്ട്. അല്ല, ഈവൻ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ലാസ്റ്റ് ഒരു 20 years കൊണ്ട് അറൗണ്ട് 30% ഇൻക്രീസ് ഉണ്ടായിട്ടുള്ളതിൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് പല ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങൾക്ക് മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പം എനിക്ക് അറിയാനുള്ളൊരു കാര്യം, ഇപ്പം അങ്ങ് തന്നെ റീക്കപ്പ് ചെയ്തൊരു ഇഷ്യൂ ആണ് ആക്ച്വലി. അങ്ങയുടെ ആർട്ടിക്കിളും പിന്നെയുള്ള ചർച്ചകളും ഒക്കെയാണ് ഈ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ്. ആസ് യു റൈറ്റ്ലി സെഡ്, ഈ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസസ് ഹ്യൂജ് ആവാനുള്ള കാരണം ചില ആളുകളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഇത് മോസ്റ്റ്ലി നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് അല്ലെങ്കിൽ ക്യാൻസർ പോലത്തെ രോഗങ്ങൾ ചിലവാക്കുന്നത് കൊണ്ടല്ലേ? അവിടെ ദർ ഇസ് നോ അതർ വേ. അല്ലാതെ ഈ പ്രാഥമിക ആരോഗ്യ രംഗത്താണെങ്കിലും സെക്കൻഡറി കെയറിലൊക്കെ ആണെങ്കിലും ഉണ്ടാകുന്ന ചിലവ് പലപ്പോഴും സർക്കാരിൽ തന്നെ ആളുകൾ പോകുന്നുണ്ട്. ഇത്രയും വലിയ ഔട്ട് ഓഫ് പോക്കറ്റ് ഉണ്ടാകുന്നതിൻ്റെ കാരണം ഈസ് ബിക്കോസ് ഓഫ് ഹൈ ഇൻസിഡൻസ് ഓഫ് ക്യാൻസർ, ഹൈ ഇൻസിഡൻസ് ഓഫ് സിമിലർ ഡിസീസസ്. Is it a reason for that? അത് ഉണ്ടല്ലോ, ഇറ്റ്സ് റോങ്, എന്താ പറയുന്നത്, തെറ്റായിട്ടുള്ളൊരു അപ്രോച്ച്. അതായത് എന്തുകൊണ്ട് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ഹൈ എന്നുള്ള ചോദ്യത്തിന് മുമ്പ് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ഈസ് ഹൈ. ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി വെരി ഡേഞ്ചറസ് തിങ്. നമ്മുടെ നാഷണൽ ഹെൽത്ത് പോളിസി ഓഫ് ദിസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 2017, ഓൾസോ ദ പ്രീവിയസ് UPA സർക്കാരിൻ്റെ കാലത്താണ് സ്വീപ്പിംഗ് ഹെൽത്ത് റിഫോംസ് ഇന്ത്യയിൽ നടന്നിരിക്കുന്നത്. നാഷണൽ റൂറൽ ആയുഷ് മറ്റേ ഇതുണ്ടല്ലോ, അതായത് 2013 ഇൻഷുറൻസ് പ്രോഗ്രാം ഇതൊക്കെ വന്നത്. അതായത് ഇൻഷുറൻസ് പ്രോഗ്രാമിന് ഞാൻ സപ്പോർട്ടല്ല, പക്ഷേ അതെന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്റ്റെപ്പ് ടുവേഴ്സ് യൂണിവേഴ്സൽ ഹെൽത്ത് കെയർ. ഇതൊക്കെ കൊണ്ടുവരുന്ന UPയുടെ കാലത്താണ്.
സോ യു പിയുടെ കാലത്താണ് ഏറ്റവും വലിയ പല കാര്യങ്ങളും റിഫോംസ് ഉണ്ട്. റൈറ്റ് ടു ഇൻഫർമേഷൻ, റൈറ്റ് ടു ഫുഡ്, അതേപോലെ കൊണ്ടുവരാനിരുന്നാണ് റൈറ്റ് ടു ഹെൽത്ത് ഓൾസോ. സം ഇറ്റ് ഡിഡ്ന്റ് ഹാപ്പൻ. അപ്പോൾ അതിനുശേഷം ഈ പോളിസിയുടെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ കുറയ്ക്കുക എന്നുള്ളതാണ്. ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ കൂട്ടുക, ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ കുറയ്ക്കുക. ഞാൻ വേണമെങ്കിൽ 1-2 ഗ്രാഫ് കാണിച്ചു തരാം. അപ്പോൾ ഈ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ കുറയ്ക്കേണ്ടിടത്ത് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ കുറയുന്നില്ല. നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ഈസ് സ്റ്റിൽ ദ ഹയസ്റ്റ് ഇൻ ഇന്ത്യ എക്സെപ്റ്റ് ഫോർ ഉത്തർപ്രദേശ്. ഇറ്റ്സ് എ വെരി സ്ട്രേഞ്ച് കമ്പാരിസൺ. അപ്പോൾ ആ പോയിന്റിൽ പിടിക്കുന്നതിന് പകരം ഇത് ഇങ്ങനെ സംഭവിച്ചത് ഇങ്ങനെ ആണ് ആയതുകൊണ്ടാണ് ഹാർട്ട് ഡിസീസ് കൂടുന്നുണ്ടാണ്, അല്ലെങ്കിൽ ക്യാൻസർ കൂടുന്നുണ്ടാണെന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. നാച്ചുറലി എ സൊസൈറ്റി ഓൺ സച്ച്, ഐ മീൻ going through such demographic transition will have all the, or health transition will have all this. Point is, health out of pocket expenditure on health is the highest except Uttar Pradesh. അതാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്. കാരണം this out of pocket expenditure has a another component called catastrophic expense. അതായത് ഒരു പർട്ടിക്കുലർ ലെവലിന് മുകളിൽ നിങ്ങൾക്ക് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ വന്നു കഴിഞ്ഞാൽ it will create catastrophe. You will be pushed into irreversible poverty. ഇപ്പോൾ ശബരിക്ക് ഇപ്പോൾ ഒരു you are borrowing for ഇപ്പോൾ ഹെൽത്ത് കെയർ ഔട്ട് ഓഫ് പോക്കറ്റ് ആണല്ലോ ചിലവാക്കുന്നത്. നമുക്കില്ലാത്ത പൈസ ചിലവാക്കുന്നത്. ഇപ്പോൾ എനിക്ക് 10,000 രൂപ ശമ്പളമുള്ള ഒരാൾ 5 ലക്ഷത്തിൻ്റെ സർജറി ചെയ്യാൻ പറഞ്ഞാൽ നാച്ചുറലി ഞാൻ കടം മേടിക്കണം. നമ്മളെല്ലാം കാണുന്നതല്ലേ? കടം മേടിക്കുന്നു, നമ്മൾ കടത്തിലായിട്ട് പിന്നെ ഈ കടം ഫിനാൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ വീണ്ടും കടം മേടിക്കുന്നു. വി ആർ ഇൻ പെർമനന്റ് പോവർട്ടി. ഇതിനാണ് കാറ്റസ്ട്രോഫി എന്ന് പറയുന്നത്. അല്ല, അങ്ങ് പറഞ്ഞ ഞാനിപ്പോൾ അസൈഡ് ഞാൻ ആലോചിക്കുമായിരുന്നു. ഇപ്പം നമ്മളെയൊക്കെ പൊതുപ്രവർത്തകരെ കാണാൻ വരുന്ന ആളുകൾ പലരും ഈ സഹകരണ ബാങ്കിലെയും പ്രൈവറ്റ് ബാങ്കിലെയും ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് അപ്പോൾ നമ്മൾ പലരോടും ചോദിക്കുമ്പം അവർ ലോൺ എടുക്കുന്നത് കാർഷിക ആണെങ്കിലും ദേ വുഡ് ഇൻവേരിയബിളി ഹാവ് ബീൻ വൺ ഡിസീസ് ഇൻ ദ ഫാമിലി, എന്തെങ്കിലും ഒരു ഇഷ്യൂ കാരണമായിരിക്കും. അത് എനിക്ക് എൻ്റെ അടുത്ത് വരുന്ന കേസുകളിൽ ഒരു 10 6 കേസും ഒരു അസുഖം ബാധിച്ചത് പറഞ്ഞത് അങ്ങനെയുള്ളവരാ കടം പറഞ്ഞത് കറക്റ്റാണ്. സോ അത് കാരണം അത് കുറയ്ക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ റെസ്പോൺസിബിലിറ്റി. അതിന് പകരം അതിന് കാരണം കണ്ടെത്തുക എന്നുള്ളതല്ല. നാച്ചുറലി രോഗങ്ങൾ മാറിക്കൊണ്ടിരിക്കും, പുതിയ പുതിയ അസുഖങ്ങൾ വരും, അല്ലെങ്കിൽ ഇത് എന്താ പറയുക ഇൻഫെക്ഷ്യസ് ഡിസീസും പലതും തിരിച്ചു വരുന്നു. കാരണം ഇത് സർക്കാരിന് അഡ്രസ്സ് ചെയ്യാൻ സാധിക്കണം. ഈ മാറ്റം വരുമ്പോഴേ ഈ സർക്കാരിന് അഡ്രസ്സ് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ടല്ലേ ഈ ആളുകളെല്ലാം പ്രൈവറ്റിൽ പോകുന്നത്. കാരണം ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സർക്കാരിൽ ചെയ്യുന്നതിൻ്റെ 4-5 മടങ്ങാണ് പ്രൈവറ്റിലാകുന്നത്. പ്രൈവറ്റിൻ്റെ ഇക്കണോമിക്സ് ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ബിക്കോസ് ഇറ്റ്സ് എ ഫോർ പ്രോഫിറ്റ് എൻ്റർപ്രൈസ്. ഗവൺമെൻറ് അതല്ലല്ലോ. അപ്പോൾ ഗവൺമെൻറ് 1 ലക്ഷം രൂപയ്ക്ക് ചെയ്യുന്ന സാധനം പ്രൈവറ്റിൽ ഈസിലി ഇറ്റ് കോസ്റ്റ് യു 5 lakhs. അപ്പോൾ അത് അഡ്രസ്സ് ചെയ്യാതെ അതിൻ്റെ കാരണം കണ്ടെത്തിയിട്ട് കാര്യമില്ല. കാരണം ഈ സെക്കൻഡറി. കാരണം നാഷണൽ പോളിസി for many years is to reduce out-of-pocket expenditure. The rest of India has reduced out-of-pocket expenditure. It's actually very, very commendable progress by the rest of India. From it reduced by about 45%. ഇപ്പോൾ കേരളത്തിൻ്റെയും ഔട്ട്-ഓഫ്-പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ഹൈ ആയിട്ട് ഇപ്പോൾ in absolute terms 2016-17 when ഉമ്മൻചാണ്ടി remitted office and 21-22 എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ദെൻ നമ്മളൊരു 4-5 സ്റ്റേറ്റ്, അതായത് എല്ലാ സ്റ്റേറ്റും വേണ്ട, ഇപ്പോൾ മേജർ സ്റ്റേറ്റുകൾ ഹെൽത്തിൽ ഇമ്പ്രൂവ് ചെയ്ത സ്റ്റേറ്റുകൾ രാജസ്ഥാൻ, കർണാടക, തമിഴ്നാട്, ആസാം, ഈ ഗോവ ഇങ്ങനെയുള്ള സ്റ്റേറ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ബാക്കിയുള്ള സ്റ്റേറ്റ് എല്ലാം ഇൻ ആബ്സല്യൂട്ട് ടേംസ് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ പെർ ക്യാപിറ്റ ഒരാൾ ചിലവാക്കുന്ന ഇത്ര രൂപ അത് കുറഞ്ഞു. കേരളത്തിൽ അത് കൂടി 45% കൂടി. അവിടെ കുറയാനുള്ള കാരണം ഗവൺമെൻറ് ഇൻവെസ്റ്റ്മെൻറ്റും ദർ വിൽ ബി എ ലോട്ട് ഓഫ് ആക്ടിവിറ്റീസ് ഹാപ്പനിങ്. ഈ പൈസ മാത്രം മുടക്കി ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഗവൺമെൻറ് ലോവസ്റ്റ് ഹെൽത്ത് എക്സ്പെൻഡിച്ചർ ബൈ ദ ഗവൺമെൻറ് ഈസ് ഇൻ കേരള എന്ന് പറയുമ്പോഴും ആസ് എ ഷെയർ ഓഫ് ദ ബജറ്റ് ഇറ്റ് ഈസ് സ്റ്റിൽ ഹൈ 9.5%. എന്തുകൊണ്ട് അത് ട്രാൻസ്ലേറ്റ് ആകുന്നില്ല എന്നുള്ളതിനാണ് എന്തൊക്കെയോ വേസ്റ്റ്ഫുൾ എക്സ്പെൻഡിച്ചർ നടക്കുന്നുണ്ടായിരിക്കണം. നമ്മൾ കണ്ടില്ലേ ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഏഷ്യാനെറ്റിലും അവിടെ ഇവിടെയൊക്കെ വരുന്ന വാർത്തകളിൽ കോടിക്കണക്കിന് രൂപയുടെ എക്യുപ്മെൻറ്റ് മേടിച്ചിട്ടിട്ട് അത് ഒന്നും ഉപയോഗിക്കാതെ കിടക്കുന്നു. ബിൽഡിങ് കെട്ടിയിട്ട് ബിൽഡിങ്ങിന് യാതൊരു ഇറ്റ്സ് എ ലോട്ട് ഓഫ് വേസ്റ്റേജ് ഓഫ് മണി. ബാക്കിയുള്ള സ്ഥലത്ത് റാഷണലൈസ് ചെയ്തതാണ്. പിന്നീട് വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഡ്രഗ്സിൻ്റെ അവൈലബിലിറ്റി. ഇപ്പോൾ രാജസ്ഥാൻ 2023 നമ്മൾ കേരള നമ്പർ 1 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കാണാതെ പോകുന്ന വേറെ ഒരുപാട് മറ്റ് സ്റ്റേറ്റുകളുണ്ട്. ഏറ്റവും നല്ല ഉദാഹരണം ഒന്ന് രാജസ്ഥാൻ, ഒന്ന് ആസാം.
പിന്നെ തമിഴ്നാട്, രാജസ്ഥാനിൽ 23-ൽ അവർ ഈ യൂണിവേഴ്സൽ ഹെൽത്ത് കെയർ, അതായത് ഫ്രീ ഹെൽത്ത് കെയർ എല്ലാവർക്കും കൊടുക്കുന്ന ആ ഒരു ബ്രോഡർ ഐഡിയോളജി അതവർ നടപ്പിലാക്കാനുള്ള ലോ കൊണ്ടുവന്നു. ബൈ ലോ ഇംപ്ലിമെൻറ്റഡ് ഗെലോട്ടിൻ്റെ അവസാന സമയത്ത്. കറക്റ്റ് 23. അവിടുത്തെ പ്രധാനത്തെ അതിൻ്റെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ മെഡിസിൻസ് വർ മെയ്ഡ് അവൈലബിൾ. നമ്മളെല്ലാവരും വിചാരിക്കും മെഡിസിൻ വലിയ ഇമ്പോർട്ടൻറ്റ്. മെഡിസിൻസ് അവൈലബിൾ ആയതോടുകൂടി ഗവൺമെൻറ് സെക്ടറിൽ ആളുകൾ കൂടാൻ തുടങ്ങി. ഇപ്പോൾ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ രാജസ്ഥാൻ്റെയൊക്കെ കുതിച്ചു ചാട്ടമായി ഗവൺമെൻറ് ഈ എന്താ പറയുക നമ്മുടെ ഈ പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ സ്വകാര്യമായിട്ട് ആളുകൾ ചിലവാക്കുന്ന പൈസയിലുണ്ടായ കുറവെന്ന് പറയുന്നത് വളരെ വളരെ ഭീമമായിട്ടുള്ള വ്യത്യാസം ഉണ്ടായിരിക്കുന്നത് രാജസ്ഥാനിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ. അല്ല, ഈ മരുന്നിൻ്റെ പറയുമ്പം ഇപ്പോൾ മരുന്നുകൾ ഇപ്പോൾ കേരളത്തിൽ KMSCയിൽ വാങ്ങിക്കുന്നു, രാജസ്ഥാനിൽ സിമിലർ സംവിധാനം കാണും. എക്സാക്ട്ലി. അപ്പം അവർ ആർ യു സേയിങ് ദാറ്റ് അവർ കൂടുതൽ ഈ ഡ്രഗ് മേക്കേഴ്സായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുന്നു ആണ്. അതായത് അവർ ദേ ആർ മേക്കിംഗ് ഡ്രഗ്സ് അവൈലബിൾ. നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ നമ്മൾ ഏറ്റവും ഇപ്പോൾ അടുത്ത കാലത്ത് കേൾക്കുന്ന വാർത്തകൾ ഈ കാണുന്ന എന്താണ്, മിക്ക ഹോസ്പിറ്റലുകളിലും ചെന്ന് കഴിഞ്ഞാൽ മരുന്ന് പുറത്തെഴുതി കൊടുക്കുകയാണ്. അല്ല, അതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നു KMSCയിൽ ഏകദേശം 700 കോടി രൂപയുടെ കൊടുക്കാറുണ്ട്. അതിൻ്റെ കാരണം സെക്കൻഡറി. ഫോർ മീ ദ കാരണം ഈ സെക്കൻഡറി. യു അഡ്രസ് ദോസ് റീസൺസ് ആൻഡ് പ്ലഗ് ദം. അപ്പോൾ ഈ വേസ്റ്റേജ് മണി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും നമ്മൾ ആസ് എ ഷെയർ ഓഫ് ഗവൺമെൻറ് ബഡ്ജറ്റ് നമ്മൾ ഹൈ ആയിട്ട് നിൽക്കുമ്പോഴും ഇറ്റ്സ് നോട്ട് ഹയസ്റ്റ് കേട്ടോ. ഇപ്പോൾ 9.5% എന്ന് പറയുന്നത് നമ്മളെക്കാളും കൂടുതൽ മറ്റ് സ്റ്റേറ്റുകൾ ചിലവാക്കുന്നുണ്ട്. അപ്പോൾ അവിടെയും നമ്മൾ നമ്പർ 1 ഒന്നും അല്ല. പക്ഷേ ആ കാശ് പോലും തമിഴ്നാട് നമ്മളെക്കാൾ ഇച്ചിരി കുറവാണ്. എന്നിട്ട് പോലും ദേ ആർ മോർ എഫിഷ്യൻറ്റ്. അപ്പോൾ അതിന് കാരണമെന്ന് പറഞ്ഞാൽ യുവർ മാനേജ്മെൻറ്റ് ഈസ് ബാഡ്. അതുകൊണ്ടാണല്ലോ ഈ കെട്ടിടങ്ങൾ കെട്ടി ഉദ്ഘാടനം ചെയ്തിട്ടിരിക്കുന്നു. ഇന്നിപ്പോൾ ഇടുക്കി മെഡിക്കൽ കോളേജിൽ കാണിച്ചത് ഒരു പർട്ടിക്കുലർ കെട്ടിടത്തിൻ്റെ സ്പെസിഫിക്കേഷൻ കംപ്ലീറ്റ് തെറ്റാണ്, ഉപയോഗിക്കാനൊക്കത്തില്ല. അപ്പോൾ ഇതെന്നൊക്കെ പറയുമ്പോൾ 8-10 കോടി രൂപയുടെ ബിൽ, വളരെ ചെറിയ തുകകളല്ലേ നമ്മൾ ഹോസ്പിറ്റലിൽ കൊടുക്കുന്നത്. എക്യുപ്മെൻറ്റ് മേടിച്ചിട്ട് ഇത് എന്തോ പവർ ബാക്കപ്പോ അതൊക്കെ അതൊരു പ്ലാനിങ്ങിൻ്റെ വിഷയമുണ്ട്. കാരണം എനിക്ക് തന്നെ അറിയാം, ഇവിടെ ഒരു ജില്ലാ പഞ്ചായത്തിനുള്ള ഹോസ്പിറ്റലിൽ 2 വർഷമായിട്ട് ബിൽഡിംഗ് കിട്ടി, ഡയാലിസിസ് എന്നിട്ട് ഉദ്ഘാടനം ചെയ്തത് ഇപ്പോഴാണ്. അപ്പോൾ ഒരു 2 ഇയേഴ്സ് ആ കോസ്റ്റ് അങ്ങനെ കിടക്കുകയാണ്. മെഷീൻ വന്നു, അതിന് മുമ്പേ ചില മെഷീനുകൾ വന്നു. അപ്പോൾ ഇതൊരു കോർഡിനേഷൻ്റെ ഒരു വിഷയത്തിനകത്തുണ്ട്. ഈ മെഡിസിൻസ് കാര്യം ഞാൻ പ്രത്യേകം പറയുമ്പോൾ അതിൽ സ്റ്റേറ്റിന് എന്ത് ചെയ്യാൻ പറ്റും? കാരണം മെഡിസിൻസ് എല്ലാം വളരെ അറിയാമല്ലോ, ഗ്ലോബലും പേറ്റൻറ്റും കാര്യങ്ങളും. സ്മോൾ സ്റ്റേറ്റ് ലൈക്ക് കേരള we don't have much leeway. സ്റ്റേറ്റ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? 80% ദ മെഡിസിൻസ് ആർ ഔട്ട് ഓഫ് പേറ്റൻറ്റ്. അപ്പോൾ അതെല്ലാം നമ്മുടെ നാട്ടിൽ തന്നെ മരുന്നുകളാണ്, ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കുന്ന മരുന്നുകളാണ്. അത് ജനറിക് മെഡിസിൻസും അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാം. മാത്രമല്ല ഈ ഇതുണ്ടല്ലോ, ഈ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലാണ് ഉണ്ടാകുന്നത് 90s. അന്ന് അവിടെ പൂർണ്ണലിംഗം ഹെൽത്ത് സെക്രട്ടറി ഉണ്ടായിരുന്നു. ഇൻ്റർനെറ്റ് ഇല്ലാത്ത കാലമെന്ന് ഓർത്തോണം. അപ്പോഴാണ് അദ്ദേഹം ഇതുണ്ടാക്കിയത്. ക്ലാസിക് ഹെൽത്ത് സെക്ടർ ഇന്നോവേഷനാണ് പുള്ളി അന്ന്. അതായത് നമ്മൾ ഈ മെഡിസിൻ പ്രൊക്യൂർ ചെയ്തിട്ട് ഓരോ സ്ഥലത്തുള്ള വെയർ ഹൗസിൽ ഡിമാൻഡ് കഴിഞ്ഞാൽ അത് എക്സ്പയർ ആയി പോകും. ഇപ്പോൾ നമ്മൾ ഒരു ഉദ്ദേശം അനുസരിച്ച് മേടിക്കുന്ന ചില സമയത്ത് അതിന് ഉപയോഗമില്ലാതെ വരുമ്പം എക്സ്പയർഡ് ആയി പോകും. അപ്പോൾ അത് അവിടെയാണ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് വരുന്നത്. അപ്പോൾ പലരും പറയത്തില്ലയോ, എല്ലാവരും ഇത് ബേസിക്കലി ഇൻവെൻട്രി മാനേജ്മെൻ്റ് ആണ് ഈ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ. ആ കാലത്ത് ഇതൊന്നും ഒരൊറ്റടത്ത് കാണാനൊക്കത്തില്ല, കാരണം ഇൻ്റർനെറ്റ് ഇല്ല. പുള്ളി ഫ്ലോപ്പി ഡിസ്കുകളിലാക്കിയിട്ട് മദ്രാസിൽ കൊണ്ടുവരിക്കും, എല്ലാ ആഴ്ചയും മദ്രാസിൽ അയക്കും. എന്നിട്ട് അത് കമ്പ്യൂട്ടറിൽ ഇട്ടിട്ട് അവർ മാനേജ് ചെയ്യും. ഇന്നിടത്ത് ഇന്ന സാധനം ഇരിപ്പുണ്ട്, ഇത്ര മാസം അത് എക്സ്പയർ ആവുകയാണെന്ന് പറഞ്ഞിട്ട് ഡിമാൻഡ് ഉള്ളിടത്തോട് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് ഒരുപാട് വേസ്റ്റേജ് തടയാം. നമ്മുടെ നാട്ടിൽ എന്തുമാത്രം മരുന്നാണ് എക്സ്പയർ കഴിഞ്ഞ് പോയതായിട്ടൊക്കെ വാർത്ത വരുന്നത്. എക്സ്പയർ ചെയ്ത് കഴിഞ്ഞ മരുന്നുകൾ ഹോസ്പിറ്റലിൽ ഇരിക്കുന്നില്ലേ? ഇതെങ്ങനെ എക്സ്പയർ കഴിഞ്ഞ മരുന്ന്? അപ്പോൾ നിങ്ങൾ ഒന്നിൽ കൂടുതൽ മേടിച്ചു, ഇതെന്തിന് ഇത്രയും കൂടുതൽ മേടിച്ചു? ഇന്നത്തെ കാലത്ത് AI-യും അതും ഇതൊക്കെ ഉള്ള കാലത്ത് ഡിമാൻഡൊക്കെ അതൊക്കെ പ്ലാൻ ചെയ്യാൻ എളുപ്പമല്ലേ? ഏതൊക്കെ സ്ഥലത്ത് എന്തൊക്കെ തരത്തിലുള്ള മരുന്ന് വരാം, ഈ അതിനെന്തോ പറയുന്നത്, ഇപ്പോൾ പർട്ടിക്കുലർ ഇപ്പോൾ ഫ്ലൂ സീസൺ വരുമ്പോൾ എന്തൊക്കെ മരുന്നുകൾ വരണം, അങ്ങനെയൊക്കെ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ലാർജ് നമ്പർ ഓഫ് 80% ഓഫ് ദ മെഡിസിൻസ് ആർ മാനേജബിൾ. പിന്നെ ഉള്ളത് ഈ പേറ്റൻറ്റഡ് ഡ്രഗ്സ് എന്ന് പറയുന്നത് ക്യാൻസർ, പിന്നെ ചില അപൂർവ രോഗങ്ങൾ, ഇങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെയാണ്. അല്ലെങ്കിൽ ഓൾറെഡി ഇപ്പോൾ ഈവൻ ദ US 80% the drugs are generic. മനസ്സിലായില്ലേ? ഓൾ ദിസ് ആൻഡ് ഇന്ത്യൻ കമ്പനീസ് ആർ എക്സ്പോർട്ടിങ് ദയർ, ഇന്ത്യൻ ആൻഡ് ബ്രസീൽ. അപ്പോൾ നമുക്കത് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു നീഡ് ഇൻഫോംഡ് ഹൈ പ്രൊഫൈൽ പീപ്പിൾ ആസ് മിനിസ്റ്റേഴ്സ്. ഒബാമയുടെ പ്രയോറിറ്റി എന്തായിരുന്നു? ഹെൽത്ത്. ഒബാമ കെയർ എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ടാണ് പുള്ളി ക്യാമ്പയിൻ ചെയ്തത്. മാർഗരറ്റ് താച്ചർ, the icon of neoliberalism, she privatized everything except NHS. അപ്പോൾ ഈ എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ പ്രയോറിറ്റിയാണ് ഹെൽത്ത്. നമ്മുടെ നാട്ടിൽ പൊളിറ്റിക്കൽ പ്രയോറിറ്റി അതിന് വരെ ഏതെങ്കിലും ലോ വെയിറ്റ്, ഇത് രണ്ടുപേരും കോൺഗ്രസിൻ്റെ കാലത്ത് ഇപ്പോൾ VM സുധീറിനൊക്കെ മന്ത്രി ആയിരുന്നിട്ടുണ്ട്.
ഇവർ ഈ നല്ല മന്ത്രി, അതായത് തമിഴ്നാട്ടിൽ ആർക്കാട് വീരാസ്വാമി എന്ന് പറയുന്ന കരുണാനിധിയുടെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരാളായിരുന്നു ഹെൽത്ത് മിനിസ്റ്റർ. ജയലളിതയുടെ സമയത്ത് 1991 മുത്തുസ്വാമി എന്ന് പറയുന്ന ആളായിരുന്നു ഹെൽത്ത് മിനിസ്റ്റർ. അവർ പ്രയോറിറ്റി ഉള്ള ആളുകളെ, അതായത് പ്രൊഫൈലുള്ള ആളുകളെ ഹെൽത്തിൽ വെക്കണം. ഹെൽത്ത് ഈസ് മൂന്നാല് കാര്യങ്ങളല്ലേ നമ്മൾ ഗവൺമെൻറ് ചെയ്യേണ്ടത്: ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ട്രാൻസ്പോർട്ട്, ഫുഡ്, ഷെൽട്ടർ. ഈ 5 കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്യുന്നതിന് പകരം ബാക്കിയുള്ള ആഘോഷമൊക്കെ അല്ലേ ഇവരുടെ പരിപാടി. ഈ 5 പ്രയോറിറ്റി സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. നാച്ചുറലി പീപ്പിൾ വിൽ കം അപ്പ്, വിൽ ഓൾ ഗെറ്റ് ബെറ്റർ. ഞാനതുപോലെ ഇപ്പം നേരത്തെ ഫ്ലൂവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു വാർത്ത വായിക്കുകയായിരുന്നു. ഹെപ്പറ്റൈറ്റിസ് എ കഴിഞ്ഞ ഒരു 2 വർഷം കേരളത്തിൽ ഇൻഷുറൻസസ് ലൈക്ക് 7 times. 2022 1000 വരുന്നത് ഇപ്പോൾ 7000 ഇത്തവണ ഇരിക്കുന്നത് 2025 ഈ 3 മാസം കൊണ്ട് തന്നെ 3000 കേസായി. കഴിഞ്ഞ വർഷം 84 ഡെത്തും ഉണ്ടായി. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ മലയാളികളുടെ മനസ്സിൽ ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല എന്നുള്ള പല രോഗങ്ങളും ഈ തിരികെ വരുന്നു. ഇപ്പോൾ നിപ്പയുടെ ചില കേസുകൾ പറയുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു 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 മിസ്മാനേജ്മെൻറ്റിൻ്റെ ഭാഗമാണോ, അതോ നമുക്കത് കാണാൻ പറ്റാത്തതിൻ്റെ പ്രശ്നമാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ കേരള മോഡൽ എന്ന് പറയുന്ന സാധനം ഇൻഡിസസിൽ മാത്രം ഒതുങ്ങിക്കിടക്കുന്നത് കൊണ്ടാണ്. നമ്മുടെ ബാക്കി എല്ലാം നമ്മുടെ ഡിറ്റീറിയേറ്റ് ചെയ്യാണ്. ഈ ഹെൽത്തിൽ സോഷ്യൽ ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്ത് എന്നൊരു സാധനമുണ്ട്. WHO കോയിൻ ചെയ്ത ടേമാണ്, എല്ലാവർക്കും അറിയാം, പബ്ലിക് ഹെൽത്ത് ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. സോഷ്യൽ ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്താണ് വാട്ടർ, ന്യൂട്രീഷൻ, സാനിറ്റേഷൻ. ഇതെല്ലാം ഈ സാനിറ്റേഷൻ മോശമായതുകൊണ്ടാണ് ഹെപ്പറ്റൈറ്റിസ് എ വരുന്നത്. നിങ്ങൾക്ക് ഇത് വളരെ വളരെ പ്രാകൃതമായ ഒരു അസുഖമല്ലേ? കേരളത്തിൽ ഈ നമ്മുടെ യൂണിസെഫ്, നമ്മുടെ UN SDG, പഴയ മില്യൺ ഡെവലപ്മെൻറ്റ് ഗോൾസ്, പിന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്, അതിൽ ഈ വാഷും സാനിറ്റേഷൻ്റെ ഒക്കെ ഫാക്ടേഴ്സ് വരുന്നുണ്ട്. പക്ഷേ കാണും, ഇതിലെല്ലാം നമ്മൾ ചിലപ്പോൾ ഹൈ ആയിരിക്കും. പക്ഷേ ഹെപ്പറ്റൈറ്റിസ് എ വരുന്നുണ്ടല്ലോ. ആളുകൾക്ക് ഹെപ്പറ്റൈറ്റിസ് എ വരുന്നത് പ്രധാനമായിട്ടും വെള്ളത്തിൽ കൂടെയും മറ്റേ ഫുഡ് കണ്ടാമിനേഷനിൽ കൂടെ അല്ലേ. അപ്പോൾ ഈ നമ്മുടെ സാനിറ്റേഷൻ നല്ലതാണെങ്കിൽ ഇത് വരാൻ പാടില്ല. ഇത് ആലോചിച്ച് നോക്കി, കേരളം പോലൊരു സംസ്ഥാനത്തിൽ ഹെപ്പറ്റൈറ്റിസ് എ വാസ് സ്പ്രെഡിങ് ലൈക്ക് എൻ എപ്പിഡമിക്. അപ്പോൾ പല ഡോക്ടർമാരും, അതായത് ഈ സ്പെഷ്യലിസ്റ്റുകൾ പറഞ്ഞ് ഈ ഹെപ്പറ്റൈറ്റിസ് എക്ക് എന്തോ ചില പ്രത്യേകതകളുണ്ട്, മ്യൂട്ടേഷൻ സംഭവിച്ചതുകൊണ്ടൊക്കെ ആയിരിക്കാം പീപ്പിൾ ആർ ഡൈയിങ്. യൂഷ്വലി ഹെപ്പറ്റൈറ്റിസ് എ വന്നാൽ പീപ്പിൾ സർവൈവ്, ഇങ്ങനെ മരിക്കത്തില്ല. ഇത് പീപ്പിൾ ആർ ജസ്റ്റ് ഡൈ. ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ഇത് ശരിക്കുന്നുണ്ടല്ലോ, നമുക്ക് ഇത് പറഞ്ഞു പോകാനാണ് ഒത്തിരി ഉണ്ട്. പാസീവ് സർവൈലൻസ് എന്നും ആക്റ്റീവ് സർവൈലൻസ് എന്നും ഇതെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് പിക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കാനുള്ള സിസ്റ്റംസ് ഉണ്ട്. ആക്ച്വലി പരമ്പരാഗതമായിട്ട് പബ്ലിക് ഹെൽത്ത് സിസ്റ്റത്തിലുണ്ട് ഒരു പാസീവ് സർവൈലൻസ് എന്ന് പറഞ്ഞൊരു സർവൈലൻസ് ഉണ്ട്. അതായത് ഈ നടക്കുന്ന മാറ്റങ്ങൾ ഈ സർക്കാർ സിസ്റ്റം, ഈ നമ്മളെ പബ്ലിക് ഹെൽത്ത് സിസ്റ്റത്തിലെ സർവൈലൻസ് സിസ്റ്റം ഇറ്റ് ഹാസ് ടു പിക്കപ്പ്. ഇപ്പോൾ കേട്ടിട്ടുണ്ടോ, ഈ ഗൂഗിളിൽ വന്ന സമയത്ത് അവർ പറയുമായിരുന്നു ഗൂഗിൾ എപ്പിഡമിക്സ് എന്ന് പറഞ്ഞിട്ട്. ആളുകൾ സിംറ്റംസ് സെർച്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ദേ വിൽ ഗെറ്റ് ആൻ അലേർട്ട് ദാറ്റ് ഏരിയ ദർ ഇസ് സം പ്രോബ്ലം. മനസ്സിലായില്ല? അതുപോലെ നമ്മുടെ ഹോസ്പിറ്റലുകളിൽ ഒരു സർട്ടൺ സിംറ്റംസുമായിട്ട് വരുന്ന ആളുകൾ വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അവർ സിസ്റ്റം ഷുഡ് പിക്കപ്പ് ദാറ്റ് ദർ ഇസ് എ പ്രോബ്ലം. ഇതൊക്കെ വെച്ചിട്ട് പക്ഷേ ഇതൊക്കെ വെച്ച് കണ്ടുപിടിക്കാവുന്നുള്ളൂ. ഇത് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ബേസിക്കലി നമ്മുടെ സ്റ്റാൻഡേർഡ്സ് ആർ ഗോയിങ് ഡൗൺ. വാട്ടർ ആൻഡ് സാനിറ്റേഷൻ എല്ലാം ഗോയിങ്, പീപ്പിൾ ഹാവ് ടു റേസ് ദീസ് ഇഷ്യൂസ്. ഹെപ്പറ്റൈറ്റിസ് എ മാത്രമല്ല, ഇപ്പോൾ ചില ഡിസ്ട്രിക്റ്റിൽ ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ടായിരുന്നത്. എങ്ങനെ ഇത്ര ആൾ ഹെപ്പറ്റൈറ്റിസ് ബി കിട്ടി? എനിക്ക് തോന്നുന്നു ഏതൊക്കെ ജില്ലയുടെ പേര് എനിക്ക് ഓർമ്മയില്ല. ചില സ്ഥലങ്ങളിൽ ഹെപ്പറ്റൈറ്റിസ് ബി ഈസ് എ ബ്ലഡ് ബോൺ ഡിസീസ്. ദാറ്റ് മീൻസ് യുവർ ഇഞ്ചക്ഷൻ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ കിട്ടിയതായിരിക്കണം. കാരണം ചില ഏരിയകളിലെ ആളുകൾക്ക് വന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? പ്രമോദ് പറയുന്നത് നമ്മൾ ഈ കേരള മോഡൽ എന്നുള്ള നമ്മുടെ ഈ സ്വകാര്യ അഹങ്കാരം അതൊന്ന് പിടിവാശി വിടണം എന്നുള്ളതാണ്. See, we have to be realistic. We have to really go down and see why these infectious diseases are coming back. നമ്മൾ നാടുകടത്തിയാണ്. ഇപ്പോൾ ട്രിവാൻഡ്രം എൻ്റെ അടുത്തൊരു ഗവൺമെൻറ് ഡോക്ടർ ഒരിക്കൽ പറഞ്ഞാൽ ഈസ് എൻഡമിക് ടു H1 what is it called, H1A, no, that H1A എന്നല്ലേ, H1N1 sorry, H1 is a visa, H1N1. ഇതുപോലുള്ള അസുഖങ്ങളും ഒക്കെ നമ്മളിപ്പം നമ്മൾ നാടുകടത്തിയ അസുഖങ്ങളൊക്കെ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് മലേറിയ എന്നൊരു സാധനം കണ്ടിട്ടില്ല. എനിക്കറിയാം, എൻ്റെ മോനൊക്കെ വളർന്നു വന്ന സമയത്ത് മദ്രാസിൽ പോയി മലേറിയ കിട്ടിയപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി. കാരണം നാട്ടിൽ അങ്ങനെ ഒരു രോഗമില്ലായിരുന്നു. ഇവിടെ പണ്ടുണ്ടായിരുന്നതൊക്കെ നമ്മൾ നാട് കടത്തി. സിറ്റികളിൽ ഒരു കിടത്തുമില്ല. മലേറിയ ഇല്ലായിരുന്നു, ബാക്കി ഒരുപാട് അസുഖങ്ങളില്ലായിരുന്നു. എല്ലാം ഇപ്പോൾ തിരിച്ചു വന്നു. കാരണം ഒരുപാട് ലേബർ മൈഗ്രേഷൻ നടക്കുന്നുണ്ട്, അത് നടക്കുന്നുണ്ട്, ഇത് നടക്കുന്നുണ്ട്. അപൂർവം കാലാ അസർ കേരളത്തിൽ വന്നിട്ടുണ്ട്. ബീഹാറിലൊക്കെ ഉണ്ടായിരുന്നു, സ്കൂളിൽ പഠിച്ചിട്ടുള്ള അതൊക്കെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ എവറിത്തിങ് ഹസ് ചേഞ്ച്ഡ്. ഒരു സൈഡിൽ യു ഹാവ് ദിസ് ഹോൾ ഇൻഫെക്ഷ്യസ് ഡിസീസസ് ബർഡൻ,
വേറൊരു സൈഡിൽ യു ഹാവ് ദിസ് ന്യൂ ദാറ്റ് നേരത്തെ പറഞ്ഞ NCD-യുടെ ബേർഡ്. കേരള ഇസ് ദ ക്യാപിറ്റൽ ഓഫ് NCD, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. എനിക്ക് 12% ഓഫ് മെഡിസിൻസ് വിൽക്കുന്ന കേരളത്തിലാണ്. 15,000 crores ആണ് ആയിരിക്കും മെഡിസിൻ കമ്പനീസിന്റെ കേരള റവന്യൂസ് 15,000 കോടി ആയിരിക്കും. അത് എവിടെ നോക്കിയാലും മെഡിക്കൽ സ്റ്റോർ അല്ലേ. ലൈക്ക് 3% കേരളത്തിൽ കാണുന്ന പോലെ മെഡിക്കൽ സ്റ്റോർ വേറെ എവിടെ കാണാൻ നോക്കും? കേരളത്തിൽ വേറെ ഒരു സ്റ്റേറ്റിലും കാണാൻ ഒക്കത്തില്ലല്ലോ. നമുക്ക് 3% ഓഫ് പോപ്പുലേഷൻ ആൻഡ് ഓൾമോസ്റ്റ് 12% ഓഫ് റവന്യൂ കൊടുക്കുന്നത് നമ്മളാണ് പറയുന്നത്. അതുമായിട്ട് കണക്ട് ചെയ്ത് ഞാൻ ഭാവിയിൽ കാണുന്ന ഒരാശങ്ക, ടു ബി വെരി റിയലിസ്റ്റിക്, നമ്മുടെ ഇവിടെ സർക്കാർ സംവിധാനങ്ങളുണ്ട്, അത് മുറ പോലെ പോവും, നന്നാവും പ്രതീക്ഷിക്കാം. പ്രൈവറ്റ് സെക്ടർ കൂടുതൽ സ്ട്രോങ് ആവും. ഇപ്പോൾ കേരളത്തിൽ കാണുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നമല്ല, അത് ഗ്ലോബൽ കാര്യങ്ങളാണ്. ഈ പ്രൈവറ്റ് സെക്ടറിലെ ഹോസ്പിറ്റൽസ് എല്ലാം അതിൽ സ്റ്റേക്ക് വാങ്ങിക്കുന്ന പല കമ്പനികളുമൊക്കെ, പേര് ഞാൻ പറയുന്നില്ല, പ്രൈവറ്റ് ഇക്വിറ്റി കമ്പനികളൊക്കെ ദ സെയിം ഗ്ലോബൽ ജയൻസ് ആർ ഇൻവെസ്റ്റിംഗ് ഇൻ ഓൾ ദ ബിഗ് ബ്രാൻഡ്സ് ഇൻ കേരള, സൗത്തിലായാലും നോർത്ത് കേരളയിലായാലും ഒക്കെ. എനിക്ക് തോന്നുന്നൊരു 4-5 വർഷം കഴിഞ്ഞ് കേരളത്തിൻ്റെ വലിയ പ്രൈവറ്റ്, അതുപോലെ ഈ വലിയ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ചെയിൻസ് ചെറിയ ഹോസ്പിറ്റൽസിനെ വാങ്ങിക്കുകയാണ്. ഇപ്പം ട്രിവാൻഡ്രത്ത് തന്നെ നമ്മൾ ഇരിക്കുന്നതിനടുത്തുണ്ടായിരുന്ന ചെറിയ 2-3 ക്ലിനിക്കുകളെ ഇവിടുത്തെ ഒരു വലിയ ഹോസ്പിറ്റൽ വാങ്ങിച്ചു. ആ വലിയ ഹോസ്പിറ്റലിനെ പിന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അപ്പോൾ എല്ലാ ഹോസ്പിറ്റലുകളും ചെയിൻസ് ആർ ട്രൈങ് ടു ഇൻക്രീസ് ദെയർ നമ്പർ ഓഫ് റൂംസ്. ഹോട്ടൽ ഇൻഡസ്ട്രി പോലെ. അപ്പോൾ എനിക്കിവിടെ 4 വലിയ ഹോസ്പിറ്റലുണ്ട്, 3 ചെറിയ ഹോസ്പിറ്റലുണ്ട്. അത് കണ്ട് ആ വലിയ കമ്പനികൾ ഒരുപക്ഷെ ഒരു 3-4 വർഷം കഴിഞ്ഞ് ഈ കേരളത്തിൻ്റെ പ്രൈവറ്റ് ഹെൽത്ത് കെയർ സെക്ടർ മുഴുവൻ കൺട്രോൾ ചെയ്യാൻ പോകുന്നത് ഈ 2-3 പ്രൈവറ്റ് ഇക്വിറ്റി ഫേംസും അങ്ങനത്തെ ആളുകളുമായിരിക്കും ഉറപ്പായിട്ടും. ഈ പ്രൈവറ്റ് സെയിം ഗൈസ്, അവർക്ക് ഈ പറഞ്ഞ മരുന്ന് കമ്പനികളിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, മെറ്റീരിയൽ കമ്പനി ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, ആശുപത്രി ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, എക്സാക്ട്ലി തുണി കമ്പനി ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. എക്സാക്ട്ലി. ഇപ്പോൾ ശബരി പറഞ്ഞത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. കാരണം ഈ പ്രൈവറ്റ് എക്വിറ്റി കമ്പനികൾ കേരളത്തിലാണ് വന്ന് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. സച്ച് എ സ്മോൾ സ്റ്റേറ്റ്, നോട്ട് ഇൻ തമിഴ്നാട് ഓർ അതർ ബിഗ് സ്റ്റേറ്റ്സ് ഓർ ഡൽഹി ഓർ ഗുഡ്ഗാവ് ആൻഡ് ഓൾ ദാറ്റ്. ദേ ആർ കമ്മിങ് ടു കേരള ആൻഡ് ഇൻവെസ്റ്റിംഗ്. നേരത്തെ പറഞ്ഞ പോലെ ഈ ബാക്കിയുള്ള ഇപ്പോൾ എക്സിസ്റ്റിംഗ് ഹോസ്പിറ്റൽസ് ആർ കൺസോളിഡേറ്റിംഗ്, ലുക്കിംഗ് ഫോർ പ്രൈവറ്റ് എക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്. ഇത് കഴിയുമ്പോഴത്തേക്ക് അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഓൾറെഡി ഫോർ പ്രോഫിറ്റ്. അതുകൊണ്ടാണ് നമ്മൾ ധാരാളം പരസ്യങ്ങൾ കാണുന്നത്. റേഡിയോ, ബിൽ ബോർഡുകളിലെല്ലാം പരസ്യം കാണാം, തിയേറ്ററിൽ പരസ്യം കാണാം, പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൻ്റെ പരസ്യമാണ്. ഇത് മറ്റ് സ്റ്റേറ്റുകളിലെല്ലാം കുറച്ചൊക്കെ ഉണ്ട്, പരസ്യങ്ങളുണ്ട്. പക്ഷേ ഇത് ആസ് എ കൺസ്യൂമർ പ്രോഡക്റ്റ് ഇങ്ങനെ വിറ്റുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രൈവറ്റ് എക്വിറ്റി നമ്മുടെ ഹോസ്പിറ്റലിലെല്ലാം ടേക്ക് ഓവർ ചെയ്ത് കഴിയുമ്പോൾ എക്സാക്ട്ലി വി വിൽ ഗോ ടുവേഴ്സ് ദിസ് അമേരിക്കൻ മോഡൽ വെയർ ഹെൽത്ത് കെയർ വിൽ ബി അൺഅഫോർഡബിൾ. ഇൻഷുറൻസ് ബേസ്ഡ് മോഡലിന് ഏറ്റവും വലിയ പ്രോബ്ലം അതാണ്. കാരണം നിങ്ങൾ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കുമ്പോൾ, ഇത് ശരിക്കും ഡിബേറ്റ് ചെയ്യപ്പെടാത്ത ഒരു സബ്ജക്റ്റാണ്. ഒരു ആളിന് ഇൻഷുറൻസ് എടുത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ശരിക്കും ഈസ് നത്തിങ്, യു ആർ ഗിവിങ് ദം കവറേജ്. ഇപ്പോൾ പറയുകയാണ് 5 ലക്ഷം ഈ സർക്കാർ പറയുന്നുണ്ട്. 2016-17 കാസ്പ് ചർച്ച ചെയ്യുമ്പം തോമസ് ഐസക്, ഞാൻ ഞെട്ടിപ്പോയി, സഭയ്ക്കകത്ത് ഇൻഷുറൻസ് വേണ്ടി വാദിക്കുകയായിരുന്നു. ഇൻഷുറൻസ് ഇസ് എ വെരി റൈറ്റ് മോഡൽ. എക്സാക്ട്ലി. നമ്മളിവിടെ UDFന്റെ സമയത്ത് ഈ നേരിട്ട് കാരുണ്യ അക്കൗണ്ട്, നേരിട്ട് പൈസ കൊടുക്കുന്നതിനെ മാറ്റി അതിന് പകരം നമ്മൾ കൂടുതൽ ഇൻഷുറൻസിലേക്ക് പോകണം, കേന്ദ്രം അങ്ങോട്ട് പോകുന്നുള്ളത് മന്ത്രി കൂടെ ടേക്കൺ ദ നിയമങ്ങൾ. ഹി വാസ് വോസിഫറസ്ലി ഡിബേറ്റിംഗ് ഫോർ ഇറ്റ്. Mamata Banerjee in West Bengal initially opposed. She said, we don't want this insurance model, we don't want your money. കാരണം അതിൻ്റെ ഒരു മേജർ ചങ്ക് കമ്മിങ് ഫ്രം ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഇൻഷുറൻസിൻ്റെ, അതായത് മറ്റേ ഈ ആയുഷ്മാൻ RSBY അല്ല PMJ എന്ന് പറയുന്ന ഇപ്പോഴത്തെ സാധനം, ആ ഇൻഷുറൻസിൻ്റെ ഒരു ബൾക്ക് ഓഫ് ദ മണി കംസ് ഫ്രം ദെയർ. കേരളത്തിൽ നടക്കുന്ന ദേ ഹവ് ടോപ്ഡ് അപ്പ്, ഇൻക്രീസ് ദ നമ്പർ ഓഫ് ബെനിഫിഷ്യറീസ്. അപ്പോൾ ഈ ഇൻഷുറൻസിൻ്റെ പരിപാടി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ഇൻഷുറൻസ് ഇപ്പോൾ ഒരു 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കുമ്പോൾ, നമ്മളിപ്പോൾ പേഴ്സണലായിട്ട് ഈ 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ യു വിൽ പേ എ പ്രീമിയം ഓഫ് 20,000-22,000. പ്രൈവറ്റായിട്ട് എടുക്കുകയാണെങ്കിൽ ഇവർക്ക് കൊടുക്കുന്നത് 3,000 രൂപ 4,000 രൂപയാണ് ഇവരുടെ പെർ പേഴ്സൺ പ്രീമിയം സർക്കാർ കൊടുക്കുന്നത്. ഇവർക്ക് ഇത് ബൈ എനി കാൽക്കുലേഷൻ ദീസ് ഇൻഷുറൻസ് കമ്പനീസ് വിൽ നോട്ട് ബി ഏബിൾ ടു പേ ഓൾ ഓഫ് ദം. അപ്പോൾ അവരെന്ത് ചെയ്യും? വോമിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇതില്ല എന്ന് പറഞ്ഞിട്ട് ഈ ഇൻഷുറൻസ് കൊണ്ട് ചെല്ലുമ്പോഴേ അത് ഹാവ് ദ തിങ്സ് വിൽ ബി വോമിറ്റഡ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ഹോസ്പിറ്റൽസും ഇൻഷുറൻസ് കമ്പനിയുമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ആദ്യം പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഹോസ്പിറ്റലിൽ ചോദിക്കുന്ന ഇൻഷുറൻസ് ഉണ്ടോ എന്നാണ്. ഇൻഷുറൻസ് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ദേ വിൽ ജാക്ക് അപ്പ് ദ കോസ്റ്റ്. അപ്പോൾ എന്തെന്ന് പറഞ്ഞാൽ അവർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്. ഇപ്പോൾ നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ്
It is actually not real money. It is just coverage. Will evaporate in no time. അതിന് പകരം ഉണ്ടല്ലോ, അതിന് പകരം നിങ്ങൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് യു മേഡ് ഇറ്റ് ഇൻ ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് ആൻഡ് പ്രൊവൈഡ് സർവീസ്, ബട്ട് യു നീഡ് മോർ മണി. ഇപ്പോൾ ഇൻഷുറൻസ് ഈസ് വെരി ഈസി. 3000 രൂപ കൊടുത്ത് ഒരാളുടെ പേരിൽ 5 ലക്ഷം രൂപയുടെ കവറേജ് കൊടുത്തിട്ട് പറയുക ഞങ്ങൾ 3 കോടി ജനങ്ങൾക്ക്, അല്ലെങ്കിൽ 30 ലക്ഷം, 60 ലക്ഷം, 50 ലക്ഷം പേർക്ക്, ഇപ്പോഴത്തെ കണക്കുകൾ 50 ലക്ഷം പേർക്ക് സൗജന്യ ചികിത്സ 5 ലക്ഷം കൊടുത്തു എന്ന് പറയുന്നത് ബേസിക്കലി അവർക്കെല്ലാം ഇൻഷുറൻസ് കവറേജ് കൊടുത്തു എന്ന് അതിൻ്റെ അർത്ഥം. ആ കവറേജ് അത് പറയുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമായിട്ട്. അതൊരു വലിയ പറ്റിപ്പാണ്. അമേരിക്കയിലെ മോഡലാണത്. ലോകം ശരിക്കുമുള്ള നല്ല മോഡലെന്ന് യൂണിവേഴ്സൽ ഹെൽത്ത് കെയർ. ഗവൺമെൻറ് ടാക്സ് മണി ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു വേറെ എന്തെങ്കിലും ഒരു NHS ടൈപ്പ് മോഡല്, അതാണ് കേരളത്തിലുണ്ടായിരുന്നത് പണ്ട് 90s വരെ. എല്ലാവരും ഗോൾഡ് സ്റ്റാൻഡേർഡ് ഓഫ് NHS അവിടെ പോയി വർക്ക് ചെയ്യും നമ്മുടെ നഴ്സുമാരും എല്ലാവരും. അപ്പോൾ എന്തുകൊണ്ട് കേരളത്തിലെ പോലെ ഇത്രയധികം നമ്മളൊരു സോഷ്യൽ വെൽഫെയറിന് ഇംപെറ്റസ് കൊടുക്കുന്നൊരു സർക്കാർ, നമുക്കൊരു പ്യുവർ പ്ലേ ഒരു NHS മോഡലിലോട്ട് പോകാനുള്ള അതിലോട്ട് സർക്കാർ പോകണ്ടേ? നമ്മുടെ അതാണ് പോകേണ്ടത്. നമ്മൾ 90s വരെ ഉണ്ടായിരുന്ന മോഡൽ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ബെറ്റർ ദൻ NHS. ഇറ്റ് ഈസ് പ്യുവർലി. ഇപ്പോൾ ഞാൻ ജനിച്ചത് സർക്കാർ ആശുപത്രിയിൽ. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് പ്രശ്നം, എനിക്ക് ആസ്മ അറ്റാക്ക് വരുമായിരുന്നു. അപ്പോഴത്തേക്ക് രാത്രി കാറ് പിടിച്ച് കൊണ്ടുപോകുന്നത് മെഡിക്കൽ കോളേജിൽ എമർജൻസിയിൽ, ആൻഡ് യു ഗെറ്റ് വേൾഡ് ക്ലാസ് സർവീസ്. ഇമ്മീഡിയറ്റ്ലി അറ്റൻഡ് ചെയ്യാൻ ആളുണ്ട്, ഇഞ്ചക്ഷൻ എടുക്കാൻ ആളുണ്ട്. നമ്മുടെ ബെസ്റ്റ് ഡോക്ടേഴ്സ്, മാത്യു റോയ്, ഡോക്ടർ MRS മേനൻ, ഇങ്ങനെയുള്ള ആളുകൾ മുഴുവൻ മെഡിക്കൽ കോളേജിലാണ്. ഓൾ എക്സ്പെർട്ടീസ് ഇൻ ദ ഗവൺമെൻറ്. പ്രൈവറ്റിലില്ല, പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് പോലും ഇല്ല. ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ലാബ് സർവീസസ് ആയിരുന്നു വെളിയിലുണ്ടായിരുന്നത്. ആ മോഡൽ ആക്ച്വലി ഇറ്റ് വാസ് ബെറ്റർ ദൻ NHS. ആ മോഡൽ ഇങ്ങനെ മാറിപ്പോയതിന് കാരണം പ്രൈവറ്റ് സെക്ടർ ഗ്രൂ ബിഗ്. പ്രൈവറ്റ് സെക്ടർ വന്നപ്പോൾ ഗവൺമെൻറ് ഓൾസോ വിഡ്രൂ ഫ്രം ദാറ്റ്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ 70-80% ബെഡ് സ്ട്രെങ്ത് കേരളത്തിൽ ഈസ് ഇൻ ദ പ്രൈവറ്റ് സെക്ടർ. ദാറ്റ് മീൻസ് 70% ഓഫ് ഹെൽത്ത് കെയർ ഈസ് പ്രൈവറ്റ്. അപ്പോൾ ആ ഒരു സിസ്റ്റം അല്ല ഇംഗ്ലണ്ടിൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് വെരി ഫ്യൂ. ഇപ്പോൾ അവിടെ കുറച്ച് NHSൽ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. അതൊക്കെ കാരണം കാശൊക്കെ ഉള്ളവർ ഒരുപാട് ഒരു ഇൻഷുറൻസ് എടുക്കുന്നു. നമുക്ക് ചില ഓടി ചെന്ന് ഡോക്ടറെ കാണാനൊക്കത്തില്ല, ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണാനൊക്കെ, ജനറലിസ്റ്റിനെ കാണാൻ പറ്റും. അവരല്ലെങ്കിൽ ചിലപ്പോൾ നേഴ്സ് നമ്മളെ കണ്ടിട്ടാണ്, കാരണം അവർ ദേ ആർ ട്രെയിൻ ടു ഡു ദാറ്റ്. പക്ഷേ ഇപ്പോൾ ഓടി പോകണം എന്നുള്ളവർക്ക് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് പ്രൈവറ്റിൽ പോകാം. അത് കുറേശ്ശേ വരുന്നുള്ളൂ. പക്ഷേ നമ്മുടെ നാട്ടിൽ 80% ഇതായിപ്പോയി. ശരിക്കും നമ്മൾ ഇംഗ്ലണ്ടിൻ്റെ NHSനെ ഒന്ന് മോഡലാക്കണം. നമ്മൾ മോഡലാക്കേണ്ട തായ്ലൻഡിനെയാണ്. തായ്ലൻഡിൽ നോബഡി നോസ് ദിസ്. തായ്ലൻഡിൽ ഇസ് 100% യൂണിവേഴ്സൽ ഹെൽത്ത് കെയർ, കംപ്ലീറ്റ്ലി ഫ്രീ. അതായത് 3 ടിയറായിട്ട് 3 മോഡ്യൂൾസ് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് എന്ന് പറഞ്ഞാൽ, പിന്നെ ജോലി, ഇപ്പോൾ ശബരിക്ക് ഇപ്പോൾ ഏതെങ്കിലും പ്രൈവറ്റ് കമ്പനി ജോലി ഉണ്ടെങ്കിൽ ദാറ്റ് കമ്പനി വിൽ ടേക്ക് കെയർ ഓഫ് ഹെൽത്ത് കെയർ. അത് ഇങ്ങനെയുള്ള ഒരു 3 കോമ്പോണൻ്റ് ആയിട്ട് ഇറ്റ് ഈസ് 100%. ആൻഡ് ഇറ്റ് ടുക്ക് അബൌട്ട് 20-25 years ടു ഗെറ്റ് ദെയർ. HIV, ARV medicine, dialysis, a lot of cancer treatment, a lot of expensive these autoimmune conditions is covered by Thailand. ശരിക്കും പറഞ്ഞാൽ കേരളം 10 കൊല്ലം മുമ്പ് എക്സ്പോർട്ടുകളെ കൊണ്ടുപോകേണ്ടിരുന്ന തായ്ലൻഡിൽ നിന്നാണ്. ഇവർ പോയി പഠിക്കേണ്ടിരുന്ന തായ്ലൻഡാണ്. അതിന് പകരം അമേരിക്കയിൽ ഒബാമ കെയർ പഠിക്കാൻ പോയി. മനസ്സിലായില്ല? അതിന് പകരം NHSലും അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടന്നു. NHSൽ പോയി ഇപ്പോഴത്തെ പറയും, എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഇൻഷുറൻസ്. തോമസ് ഐസക്ക് NHSനെ കുറിച്ച് എനിക്ക് ഓർമ്മയുണ്ട്, ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് അവിടെ പോയിരുന്നിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ കണ്ടിട്ട് ഇവിടെ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടാകും. പക്ഷേ പിന്നെ കേൾക്കുന്നത് എന്തുവാ? ഇൻഷുറൻസാണ്. ഇൻഷുറൻസ് ഈസ് അമേരിക്കൻ മോഡൽ. ഇൻഷുറൻസ് ഈസ് എക്സാക്ട്ലി ദ അമേരിക്കൻ മോഡൽ വിച്ച് വിൽ ഡ്രൈവ് ഹെൽത്ത് കെയർ ഔട്ട് ഓഫ് ദ പീപ്പിൾസ് റീച്ച്. ഇതുകൊണ്ട് ഒരു ഉപയോഗമില്ല. ഈ 5 ലക്ഷം രൂപ കവറേജ് കൊണ്ട് എന്തെങ്കിലും ഉപയോഗം ഉണ്ടെങ്കിൽ ഇപ്പോൾ കോട്ടയത്ത് ആ സ്ത്രീക്ക് അത് സംഭവിക്കും. ഷീ മസ്റ്റ് ബി BPL, ഷീ മേ ബി ഹാവിങ് ദിസ് ഇൻഷുറൻസ് കാർഡ്. അതുണ്ടായിരിക്കണം. അവരുടെ ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ട്രീറ്റ് ചെയ്തുകൂടായിരുന്നു. എന്തുകൊണ്ട് നടന്നില്ല? സോ മീൻസ് ലോട്ട് ഓഫ് പീപ്പിൾ ആർ ബീങ് ഒമിറ്റഡ്. അല്ലെങ്കിൽ ലോട്ട് ഓഫ് ഹോസ്പിറ്റൽസ് ആർ നോട്ട് ഓണറിങ് ദിസ് ഇൻഷുറൻസ് കവറേജ്. മനസ്സിലായി? സോ ഇൻഷുറൻസ് ഈസ് കംപ്ലീറ്റ്ലി യൂസ്ലെസ് അൺലെസ് യു പേ വെരി ഹൈ പ്രീമിയം. ദിസ് ഈസ് ലൈക്ക് ജസ്റ്റ് എ കവറേജ്. ഇത് ആളുകളുടെ കണ്ണി പൊടിയിടുന്നതാണ്. ഇപ്പോൾ സർക്കാർ സംവിധാനത്തിൽ ഞങ്ങളിപ്പോൾ പറയുന്നത്, ഞാൻ പറഞ്ഞു 50 ലക്ഷം പേർക്ക് സൗജന്യ ചികിത്സ കൊടുക്കുന്നു എന്ന് പറയുന്നവരെ ആർക്ക് വേണോ ഹോസ്പിറ്റലിൽ പോയി ചികിത്സ തേടാം, എവരിത്തിങ് ഈസ് ഫ്രീ എന്ന് പറയും തമ്മിൽ വ്യത്യാസമുണ്ട്. ദ വൺ ഈസ് അക്കൗണ്ടബിൾ, ദ അതർ വൺ ഈസ് നോട്ട് അക്കൗണ്ടബിൾ. ട്രൂ. മനസ്സിലായില്ലേ? ഇതുപോലെ തന്നെ കേരളം പണ്ട് എക്സൽ ചെയ്തിട്ടിരുന്ന ഒരു കാര്യമാണ് റിസർച്ച്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ശ്രീ ഇത്ര വന്നു, അതിനുശേഷം അച്ചോവേരൻ നിന്നു, പിന്നെ RCC വന്നു.
അപ്പോൾ എനിക്കൊരു ഏറ്റവും വലിയൊരു ഞാൻ സത്യം പറഞ്ഞാൽ ഈ ക്യാൻസർ റിസർച്ചായിട്ട് ബന്ധപ്പെട്ട് പല വർക്കുകളും എൻ്റെ പഴയ ജോലിയുടെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് ടാറ്റ മെഡിക്കലാണെങ്കിലും പല കാര്യങ്ങളും എനിക്ക് ആ സിസ്റ്റം മൊത്തം അറിയാം. എനിക്ക് എപ്പോഴും കാണുന്നൊരു വിഷമം നമ്മൾ RCC പോലൊരു കേന്ദ്രം ഇത്രയധികം ഏത് രോഗം ഉണ്ടെങ്കിലും പെട്ടെന്ന് പാവപ്പെട്ട ആളുകൾ കാസർഗോഡ് മുതൽ വരുന്ന RCCയിലാണ്. അപ്പോൾ ഈ RCCയിലൊക്കെ ഈ ഡെയിലി കേസുകൾ തന്നെ ഇത്ര കൂടിയപ്പോൾ ഈ റിസർച്ചിൻ്റെ ഫോക്കസ് പതുക്കെ അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അത്രത്തോളം ഈ കേരളത്തിന് ഈ ഏഷ്യയിൽ തന്നെ എനിക്ക് തോന്നുന്നു റിസർച്ചിനും അതുപോലെ ഒരു ഈ പറഞ്ഞ പോലെ മെഡിക്കൽ ക്യാപിറ്റൽ ആവാനുള്ള സാധ്യതയുള്ള ഒരു സ്ഥലമല്ലേ. നമുക്ക് എക്സ്പെർട്ടീസ് ഉണ്ട്, നമുക്ക് മാൻ പവർ ഉണ്ട്. അത്തരത്തിലൊരു പക്ഷേ നമുക്കൊരു വലിയൊരു ഭാവിയിലെ കേരളത്തിൻ്റെ ഒരു ഏറ്റവും വലിയൊരു സ്ട്രെങ്ത് ആയിട്ട് കാണാൻ പറ്റുന്നതും ഈ റിസർച്ചൊക്കെ തന്നെ ആയിരിക്കും. പക്ഷേ നോബഡി ഈസ് ഡൂയിങ് ദാറ്റ്. സി നമ്മുടെ നാട്ടിൽ പിയർ റിവ്യൂഡ് ജേർണൽസ് ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നുമില്ല. അക്കാഡമിക് റിസർച്ച് ഈസ് വെരി പുവർ. ഈ മോഷ്ടിക്കുന്ന PhDയും തട്ടിക്കൂട്ടുന്ന PhDയും ഒക്കെ ഉള്ള നമ്മൾ ഈ ഹയർ എഡ്യൂക്കേഷൻ്റെ ബാർ ഈസ് സോ ലോ. അപ്പോൾ അത് ദാറ്റ് ഓൾസോ റിഫ്ലക്ട്സ് ഇൻ റിസർച്ച്. പക്ഷെ അവർ പറഞ്ഞ പോലെ ഇത്രയും ക്ലിനിക്കൽ മെറ്റീരിയൽ ഉള്ളപ്പോൾ ദർ ഷുഡ് ബി എ വേ ടു ക്യാപ്ചർ ഡേറ്റ ഓട്ടോമാറ്റിക്കലി. അതായത് റിസർച്ചിൻ്റെ 50% should have been done automatically by capturing this data. Processing, analyzing is different. അതൊന്നും നടക്കുന്നില്ല. കാരണം എനിക്ക് തോന്നുന്നത്, എനിക്ക് അറിഞ്ഞൂടാ, കാരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ റിഗർ ഈസ് വീക്ക് and people are not spending enough time on research. And there are, I mean, it's not a, it's money wise not a rewarding profession. You need a whole set of health researchers. അപ്പോൾ ഡേറ്റ ഉണ്ട്, ക്ലിനിക്കൽ മെറ്റീരിയൽ ഉണ്ട്, but people are not capturing it and using it. I'm sure in the systems this data is captured. If you are entering all those details in some place, it will be captured somewhere. But അതിനെ അനലൈസ് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു അക്കാഡമിക് കൾച്ചർ ഉണ്ടായിരുന്നു മുമ്പ്. ഇവിടെയൊക്കെ എന്തുമാത്രം സയൻറ്റിഫിക് പേപ്പേഴ്സ് ഇപ്പോൾ കൊണ്ടുവരുന്നൊരു സ്ഥലമാണ് ഇവിടുന്ന്. ഞാനൊക്കെ തന്നെ എനിക്ക് ഓർമ്മയുണ്ട് ഡോക്ടർ രാമൻകുട്ടിയും അങ്ങനെയുള്ള ആളുകളുടെയൊക്കെ ഉണ്ടായിരുന്നു. CDSEയും തന്നെ ഒത്തിരി വരും. നമ്മുടെ ബാർ, ഐ തിങ്ക് വി സിസ്റ്റമാറ്റിക്കലി ദ ബാർ ഹസ് കം ഡൗൺ ഇൻ ടേംസ് ഓഫ് അക്കാഡമിക് എക്സലൻസ്. നമ്മൾ ജനറലി വി ലാക്ക് ഇൻ എക്സലൻസ്. സോ ഇൻ എവറി ഫീൽഡ് വി ലാക്ക് ഇൻ എക്സലൻസ്. വി എക്സൽ ഇൻ പ്രൊപ്പഗാൻഡ, സെലിബ്രേഷൻ, മനസ്സിലായില്ലേ? എവറിത്തിങ് ഇസ് നൗ ദിസ് ദിസ് ആർട്ട് ആൻഡ് കൾച്ചർ. അങ്ങനെ വരുമ്പോൾ സയൻറ്റിഫിക് റിഗർ എന്നൊരു സാധനം പോയി. ഈ സൊസൈറ്റി മൂവ്സ് ഫോർവേഡ് ഓൺലി ത്രൂ സയൻസ് ആൻഡ് ടെക്നോളജി. ബാക്കി എവറിത്തിങ് ഈസ് സൈഡ് ഷോസ്. അത് നടക്കും. നമ്മുടെ മെയിൻ ഷോയാണ് ഈ പെർഫോമൻസ്. അത് തന്നെയാണ് ഈ പ്രൊപ്പഗാൻഡയിൽ നടക്കുന്നത്. ഈ പെർഫോമൻസിൽ കൂടെ യു ക്യാപ്ചർ പീപ്പിൾ ബിക്കോസ് വി ബ്രിങ് അവർ മണി ഫ്രം ഔട്ട്സൈഡ്. നമ്മുടെ എൻ്റയർ എക്കോണമി, the engine of the economy is remittance. കേരള മോഡൽ അത് ഇല്ല. Nobody will say that. ഡോക്ടർ ഋതുരാജൻ പറഞ്ഞുകൊണ്ടിരിക്കുക എപ്പോഴും പറയുന്നതാ, വേർ ഈസ് മൈഗ്രേഷൻ കേരള മോഡൽ? ഇറ്റ്സ് നോട്ട് ദെയർ. ബജറ്റിനെക്കാളും ഹൈ ആണ് റെമിറ്റൻസ്, ആൻഡ് നമ്മുടെ ബജറ്റിനേക്കാളും ഹൈ ആണ് റെമിറ്റൻസ്. ആലോചിച്ച് നോക്കിയേ, ഇന്ത്യയിൽ എങ്ങുമില്ല. മോൾഡോവ അല്ല, തജിക്കിസ്ഥാൻ, സപ്പോസ് കേരള വാസ് എ സ്റ്റേറ്റ്, ഐ മീൻ എ കൺട്രി, വി ആർ സെക്കൻഡ് ഓൺലി ടു തജിക്കിസ്ഥാൻ ഇൻ ടേംസ് ഓഫ് റെമിറ്റൻസ്. അതിൻ്റെ 36% വരും നമ്മുടെ മൊത്തം ഈ എക്കോണമിയുടെ. ഇപ്പോൾ GDPയുടെ ഷെയർ ആയിട്ട് പറയാൻ പാടില്ല, എന്നാൽ പോലും അങ്ങനെ പറയുകയാണെങ്കിൽ അബൌട്ട് 30%. എവരിബഡി സേസ് ദാറ്റ്, നോ? ഈവൻ എക്കോണമിസ്റ്റ് സേ ദാറ്റ് 30% ഓഫ് യുവർ GDP is because of remittance. നമ്മൾ പലപ്പോഴും ഒരു പാസ്റ്റ് ലോറൻസ് ഈ പഴയ MTയുടെ കഥയിലൊക്കെ ക്ഷയിച്ച തറവാടിൻ്റെ പഴയ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കറക്റ്റ്. പക്ഷേ ഇതുകൊണ്ട് ഇത് മാറാനൊന്നും പോകുന്നില്ല കേട്ടോ. റെമിറ്റൻസ് വിൽ കണ്ടിന്യൂ. കാരണം ബിക്കോസ് പീപ്പിൾ വിൽ ഗോ ടു ഹിയർ ആൻഡ് ദെയർ. ഇപ്പോൾ ഗൾഫിനകത്ത് ഗൾഫ് തകർന്നു പോകുന്നു, ഗൾഫിൽ നിന്ന് പൈസ വരുന്നത് അതൊക്കെ വെറുതെയാണ്. അത് വേറെ എവിടെയെങ്കിലും ഒക്കെ പോകും. ഗൾഫിൽ നിന്ന് ഗൾഫ് എന്താ, ലോകത്ത് നോബഡി ഈസ് ഗോയിങ് ടു ലിവ് വിത്തൗട്ട് മൈഗ്രൻസ്. മൈഗ്രൻസ് ഇല്ലാതെ ലോകം മുന്നോട്ട് പോകത്തില്ല. സോ വി വിൽ കണ്ടിന്യൂ ടു ഗെറ്റ് മണി, ബട്ട് ആർ ഉള്ളു പൊള്ളയായിക്കൊണ്ടിരിക്കുക. നമ്മുടെ കാതലായിട്ടുള്ള ഭാഗം പൊള്ളയായിക്കൊണ്ടിരിക്കുക. ഇത് പീപ്പിൾ സഫർ. അവിടെയാണ് നമ്മൾ ഹെൽത്ത് സെക്ടർ തകരുന്ന കാണുന്നത്, എഡ്യൂക്കേഷൻ സെക്ടർ തകരുന്ന കാണുന്നത്. നമുക്കൊരു ഒരു ക്യാരക്ടർ ഇല്ലാത്ത, എക്സലൻസ് ഇല്ലാത്ത ഒരു പുറംപൂച്ച് സമൂഹമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എക്സാക്ട്ലി വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ശ്രീലങ്ക. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞ ഹെൽത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഇപ്പോൾ കണ്ടില്ല, ശ്രീലങ്കയിൽ ഒരാളിനെ ഇപ്പോൾ കറപ്ഷനിൽ പിടിച്ചത് ഇമ്മ്യൂണോഗ്ലോബുലിനും വേറൊരു ക്യാൻസർ ഡ്രഗും. ബോത്ത് ഓഫ് ദം, വൺ ഈസ് സലൈൻ വാട്ടർ, ദ അതർ വൺ ഈസ് സം കൈൻഡ് ഓഫ് വാട്ടർ കണ്ടാമിനേറ്റഡ് സം ബാക്ടീരിയ. ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്ന മെഡിസിൻ എന്ന് പറഞ്ഞ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതാണ് ഒരു വലിയൊരു ഡ്രഗ് ഡിസ്ട്രിബ്യൂട്ടർ. 140 മില്യൺ എങ്ങാണ്ട്. ആലോചിച്ച് ചോദിക്കുക. അങ്ങനത്തെ കേരളത്തിൻ്റെ എക്സാക്ട് റെപ്ലിക്കയാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സും എല്ലാം എടുത്തു കഴിഞ്ഞാൽ നമ്മളെ പോലിരിക്കും. ഈ ഏർലി നമ്മുടെ കേരള മോഡലിൽ അതുപോലെ അപ്ലൈ ചെയ്യാനൊക്കെ എന്നൊരു സ്ഥലമാണ് ശ്രീലങ്ക.
അപ്പം എന്തായാലും ഒന്ന് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഫ്യൂച്ചറിൽ അടുത്തൊരു 20 yearsൽ കേരളക്ക് ഇഫ് യു ഹാവ് ടു ഗെറ്റ് ബാക്ക് ഓൺ ട്രാക്ക് ഹെൽത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു 3 ഇൻ്റർവെൻഷൻ ഇപ്പം ഇനി ഒരു ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ലോ മേക്കേഴ്സോ ചെയ്യേണ്ട ഒരു 2-3 കാര്യങ്ങൾ അങ്ങനെ അഭിപ്രായത്തിൽ എന്തായിരിക്കും? കേരളം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഹെൽത്ത് കെയർ, അതായത് സാർവത്രികമായിട്ടുള്ള സൗജന്യ ചികിത്സ ശരിക്കുമുള്ള യൂണിവേഴ്സൽ ഹെൽത്ത് കെയർ നടപ്പിലാക്കുക. ഇൻഷുറൻസ് അല്ല അതിനുള്ള മോഡൽ, ജനങ്ങളെ സർക്കാർ ആശുപത്രികളിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. സർക്കാർ ആശുപത്രികൾ തിരിച്ചു വരണമെങ്കിൽ സർക്കാർ ആശുപത്രികൾ മെച്ചപ്പെടണം. സർക്കാർ ആശുപത്രികളുടെ സർവീസസ് കുറച്ചുകൂടെ അല്ല, സർക്കാർ ആശുപത്രികളിൽ പോയി കഴിഞ്ഞാൽ ക്യാഷ്ലെസ് ആയിട്ടുള്ള സൗജന്യ ചികിത്സ ലഭിക്കുമെന്ന് ജനങ്ങൾക്ക് തോന്നണം. ഇൻഷുറൻസ് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നടക്കത്തില്ല. അപ്പോൾ അതിന് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മരുന്നുകൾ, അതിൻ്റെ ഒരു ആദ്യത്തെ തുടക്കം എന്ന് പറയുന്നത് മരുന്നുകൾ, മാക്സിമം മരുന്നുകൾ അവൈലബിൾ ആക്കുക. നമ്മുടെ എല്ലാ PHC ഇപ്പോൾ ജനങ്ങൾക്ക് ചെയ്യാമെന്നുള്ള ഒരു സിവിൽ സൊസൈറ്റിക്ക് ചെയ്യാൻ നോക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ PHCയിലും പോയിട്ട് എന്തൊക്കെ ഷോർട്ടേജ് എന്ന് കണ്ടുപിടിച്ചിട്ട് അത് അധികാരികളെ അറിയിക്കുകയും, പക്ഷേ അധികാരികൾ ഇതിനു വേണ്ടി കൂടുതൽ പണമൊക്കെ ചിലവാക്കേണ്ടി വരും. ദാറ്റ് ഈസ് നമ്പർ 1. അപ്പോൾ അത് അങ്ങനെ വരുമ്പോഴത്തേക്ക് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ കുറയും, efficiency of the system will improve. Of course, you have to spend more money. Health requires a lot of money because health expenditure is, health എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എക്സ്പെൻസീവ്. പക്ഷെ അതിനെ പുതിയ മോഡലുകളൊക്കെ കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാം. എനിക്ക് തോന്നുന്നൊരു ഇപ്പോൾ ഇത്രയും പ്രൈവറ്റൈസ് ചെയ്യപ്പെട്ട ഒരു സ്ഥലമായതുകൊണ്ട് യു ക്യാൻ ഓൾസോ ട്രൈ എ ലിറ്റിൽ ബിറ്റ് ഓഫ് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്. ഇപ്പോൾ ഒരുപാട് ചെറിയ ഹോസ്പിറ്റലില്ലേ, കപ്പാസിറ്റി യൂട്ടിലൈസേഷനൊക്കെ ഇല്ലാതിരിക്കുന്ന സ്ഥലങ്ങളും, അതൊക്കെ മേ ബി സർക്കാർ നമ്മുടെ എയ്ഡഡ് കോളേജിൻ്റെ മോഡലിലെ അതൊക്കെ ഇതൊക്കെ നമ്മൾ ബ്രെയിൻ സ്റ്റോം ചെയ്തിട്ട്, അല്ല പണ്ട് തന്നെ മിഷണറീസ് ഒക്കെ തുടങ്ങി ഫസ്റ്റ് പോർട്ട് ഓഫ് കോൾ ആയിട്ട് ഇപ്പം ചെറിയ ചെറിയ ഹോസ്പിറ്റൽസ് ഉണ്ട്. എക്സാക്ട്ലി നമ്മുടെ മിഷണറി ഹോസ്പിറ്റലിലെ ചെറിയ ക്ലിനിക്കുകൾ ഇങ്ങനെയുള്ള, അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് സർക്കാരിലുള്ള കപ്പാസിറ്റി ഹാസ് ടു ഇംപ്രൂവ്. ഇപ്പോൾ നേരത്തെ ശബരി പറഞ്ഞ പോലെ ഈ വലിയ ഹോസ്പിറ്റലുകൾ ചെറിയ ചെറിയ ഹോസ്പിറ്റൽ അക്വയർ ചെയ്ത് കപ്പാസിറ്റി കൂട്ടുന്ന പോലെ സർക്കാർ ഹാസ് ടു ഡു ഇറ്റ്. സർക്കാർ ഹാസ് ടു ഇംപ്രൂവ് ഇറ്റ്സ് എക്സ്പാൻഡ് ഇറ്റ്സ് കപ്പാസിറ്റി. Then you have to have very, very efficient administration. You need maybe separate cadre. You need more high-profile politicians advocating for health. Health minister should be a very high-profile person. You know, it should be more high-profile than home department. Because ജനങ്ങളുടെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള രണ്ട് ആവശ്യമാണ് ആരോഗ്യം, എഡ്യൂക്കേഷൻ. കാരണം ഇതിൽ രണ്ടിലും നിങ്ങൾ വീണ് കഴിഞ്ഞാൽ ഇതിൽ ഹാവ് എൻ ഇൻ്റർ ജനറേഷണൽ ഇമ്പാക്ട്. നിങ്ങൾ അടുത്ത് പിന്നെ ഉയർന്നു വരാൻ പോകുന്ന 3-4 ജനറേഷൻ കഴിഞ്ഞിട്ടായിരിക്കും. കാറ്റസ്ട്രോഫിക് എക്സ്പെൻസ് വിൽ പുഷ് യു ഇൻ ടു പോവർട്ടി. ഇറ്റ് വിൽ ഇമ്മീഡിയറ്റ്ലി പുൾ യുവർ ചിൽഡ്രൻ ഔട്ട് ഓഫ് സ്കൂൾ. മനസ്സിലായില്ലേ? അതോടുകൂടി അവരുടെ ഭാവി തീർന്നു, അടുത്ത ജനറേഷൻ്റെ ഭാവിയും തീർന്നു. സോ ദ ഗവൺമെൻറ് ഹാസ് ടു ബ്രിങ് ബാക്ക് പീപ്പിൾ, ഇംപ്രൂവ് കപ്പാസിറ്റി, ഇംപ്രൂവ് സിസ്റ്റംസ്, മേക്ക് അഡ്മിനിസ്ട്രേഷൻ എഫിഷ്യൻറ്റ്. അതിൽ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ബിഫോർ യു വൈൻഡ് അപ്പ്, ഈ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ഇപ്പോഴും നമ്മുടെ പഴയ ഒരു സംവിധാനത്തിലാണ്. ഡോക്ടേഴ്സ് തന്നെയാണ്, ഡോക്ടേഴ്സ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രാക്കിലേക്ക് പോകും. ഇപ്പം കോട്ടയത്ത് ജയകുമാർ ഡോക്ടർ വൺ ഓഫ് ദ മോസ്റ്റ് അക്കംപ്ലിഷ്ഡ് ഡോക്ടേഴ്സാണ്, ഏറ്റവും റിവേർഡ് ആയിട്ടുള്ള ഇന്ത്യൻ ഡോക്ടേഴ്സാണ്. പക്ഷേ ഈ ഒരു കോട്ടയത്ത് ഇഷ്യൂ നടന്നപ്പോഴത്തേക്കും ഒരു ചെറിയ ലാപ്സ് ഉണ്ടായി. നമുക്ക് എന്തുകൊണ്ട് ഈ ഹോസ്പിറ്റൽ ഓടിക്കുന്ന പണി ചെയ്യേണ്ടത് ഡോക്ടറാണോ? പല കോഴ്സുകളിൽ ഇപ്പോൾ ഹോസ്പിറ്റൽ മാനേജർ അടക്കമുള്ള കാര്യമുണ്ട്. ചിലപ്പോൾ അത് പല ആളുകളും പറയുന്നത് ഡോക്ടേഴ്സിന് അതൊരു ഈഗോ ആണെന്ന് പറയുന്ന ആളുകളുണ്ട്, ഹോസ്പിറ്റലിൽ തന്നെ നമ്മൾ ഓടിക്കും. പക്ഷേ അങ്ങനത്തെ ചില മോഡൽസിലേക്ക് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് പോകണ്ടേ? ഡോക്ടർ തന്നെയാണ് ഹോസ്പിറ്റൽ ഓടിക്കേണ്ടത്? നോ നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റൽ, അത് ശരിക്കും പ്രൈവറ്റിൽ നമ്മൾ പഠിക്കേണ്ട ഒരു മെത്തേഡാണ്, അല്ല ഒരു മോഡലാണ്, മാനേജ്മെൻറ്റ് മോഡലാണ്. ഈ ഡോക്ടർമാരല്ല ഇത് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഡോക്ടർമാർ ഓർ ട്രെയിൻഡ് ഇൻ മാനേജ്മെൻറ്റ്. Doctors who have been trained in hospital management should manage hospitals. See, ഇതിനെല്ലാത്തിനും തനി ആളുകളല്ലേ വേണ്ടി. ഇതെല്ലാവരും ഇൻവെൻട്രി മാനേജ്മെൻറ്റിന്, ലോജിസ്റ്റിക്സും ഇൻവെൻട്രി ഒക്കെ എക്സ്പെർട്ടീസ് ഉള്ള ആളുകളല്ലേ എടുക്കണം. അതെല്ലാം കംപ്ലീറ്റ് മാറ്റി. ഇപ്പോൾ ഹാർട്ട് സർജൻ, ഇത്രയും പ്രശസ്തനായിട്ടുള്ള ഹാർട്ട് സർജനാണ് കോട്ടയത്തെ സൂപ്രണ്ടൻറ്റൻറ്റ്. പുള്ളി എന്തിനാണ് അഡ്മിനിസ്ട്രേഷൻ നോക്കുന്നത്? എന്തൊരു മെനക്കേടാണത്. അത് മാനേജ്മെൻറ്റ് സ്പെഷ്യലൈസ് ചെയ്ത ആളുകളുടെ കൈ കൊടുക്കണം. ഇത് കംപ്ലീറ്റ്ലി മാറ്റേണ്ട മാനേജ്മെൻറ്റ്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഈ സൂപ്രണ്ടാകുന്ന ഡോക്ടേഴ്സിന് റിഗറസ് ആയിട്ട് 5 months 6 months ഒരു കൊടുക്കണം, ബ്രിഡ്ജ് കോഴ്സ്. പക്ഷേ അവർക്ക് താല്പര്യം ഉണ്ടാവണമല്ലോ. പിന്നെ ഇതിന് ബദലായിട്ടുള്ള മോഡല് ഇപ്പോൾ കേരളത്തിലും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും കൊണ്ടുവന്നത്, അത് മെയിൻലി ബിക്കോസ് ഓഫ് വേൾഡ് ബാങ്ക് വാസ് IAS ഓഫീസേഴ്സ്. ദേ ആർ ഓൾസോ നോട്ട് സൂട്ടബിൾ. സി, അവരെ വേൾഡ് ബാങ്ക് likes to have IAS officers, heads of institutions, because it's very easy to deal with them. ഇംപ്ലിമെൻറ്റ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് അവർ തന്നെ പറയും, ഫണ്ടിങ്ങിന് മുമ്പ് തന്നെ പറയും, ഇറ്റ് ഷുഡ് ബി ദിസ് മോഡൽ, എ സൊസൈറ്റി മോഡൽ വിൽ ബി ഹെഡഡ് ബൈ എൻ IAS ഓഫീസർ. അന്നാണ് ഡോക്ടർമാർക്ക് പ്രശ്നമായി തുടങ്ങിയത്. കാരണം അവർ അഡ്മിനിസ്ട്രേഷൻ മാറ്റാൻ തുടങ്ങി.
ഒരുപാട് ഡോക്ടേഴ്സിന് അഡ്മിനിസ്ട്രേഷൻ താല്പര്യം ഉണ്ടാവും. അവർ ശബരി പറഞ്ഞ പോലെ യു ഗോ ആൻഡ് ട്രെയിൻ ദം ഇൻ അഡ്മിനിസ്ട്രേഷൻ. പക്ഷേ ഇത് ഇസ് നോട്ട് ജസ്റ്റ് the main administration. It's, so many units. Like I said, in one of the discussions, a hospital is a township. It should be governed like a township with a separate governance system. മനസ്സിലായില്ലേ? പവർ വേണം, വാട്ടർ വേണം, ലോ ആൻഡ് ഓർഡർ വേണം, ഹോസ്പിറ്റലിനകത്ത് പോലീസ് സിസ്റ്റം ഉണ്ടാകണം. ഏത് പോലീസ് സിസ്റ്റം, നോട്ട് ഹോസ്പിറ്റൽ സെക്യൂരിറ്റി. മിക്കവാറും വലിയ ഹോസ്പിറ്റലിനകത്തൊക്കെ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ മദ്രാസ് മെഡിക്കൽ കോളേജിലൊക്കെ ദർ ഇസ് എ പോലീസ് സ്റ്റേഷൻ ഇൻസൈഡ്, പോലീസ് 8 പോസ്റ്റ് കൈൻഡ് ഓഫ്. ഇവിടെ 8 പോസ്റ്റ് ഒക്കെ ഉണ്ട് തന്നെ പറയുന്ന രീതിയിലുള്ള. അല്ല, ഒരു 3-4 കോൺസ്റ്റബിളും ഒക്കെ ആയിട്ട് ഒരു സിസ്റ്റം ഉണ്ടാവണം. ഒരു മിനി പോലീസ് സ്റ്റേഷൻ പോലൊരു സാധനം അതിനകത്ത് ഉണ്ടാവണം. ബിക്കോസ് ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം വരും. അതില്ലാത്തത് കൊണ്ടാണ് ആ പെൺകുട്ടിയെ കുത്തിക്കൊല്ലുകയൊക്കെ ചെയ്തത്. മനസ്സിലായില്ലേ? ബിക്കോസ് ഇറ്റ്സ് ലൈക്ക് എ ടൗൺഷിപ്പ്. ഓൾ കൈൻഡ്സ് ഓഫ് പീപ്പിൾ കം, പീപ്പിൾ ഫ്രം ഓൾ ബാക്ക്ഗ്രൗണ്ട്സ് കം, ഓൾ കൈൻഡ്സ് ഓഫ് വാക്സ് ഓഫ് ലൈഫ് പീപ്പിൾ കം ഇൻ. അതൊരു ശരിക്കും ഒരു മൈക്രോകോസം ഓഫ് അവർ സൊസൈറ്റി. അങ്ങനെ വേണം അത് ഹാൻഡിൽ ചെയ്യേണ്ടത്. അപ്പോൾ എന്തായാലും ഇന്ന് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻസൈറ്റ്സ് ഇന്ന് പ്രമോദിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്കുണ്ടാകുന്ന പല പ്രശ്നങ്ങളും ഈ തുറന്നു പറച്ചിലിൻ്റെ ചില നല്ല കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. നമ്മളെപ്പോഴും നമ്പർ 1 എന്നുള്ളതിൻ്റെ ഒരു ഡിഫെൻസ് ഇരിക്കുകയാണ്. നമ്മുടെ പഴയ പാസ്റ്റ് ലോറൻസ് നല്ലതാണ്, അതിൽ പിടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. പക്ഷെ നമ്മുടെ അടിത്തറയാണ്, ആ അടിത്തറയെ കാണിച്ചുകൊണ്ട് എപ്പോഴും നമ്മൾ ഇപ്പോഴും എല്ലാം നല്ലതാണെന്ന് പറയുന്നത് ശരിയായിട്ടൊരു കാര്യമില്ല. അതിനെക്കുറിച്ച് ശക്തമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളും അദ്ദേഹത്തിൻ്റെ വ്യത്യാസങ്ങളും അതോടൊപ്പം ഭാവിയിലേക്കുള്ള നമുക്ക് കേരളത്തിൻ്റെ ആരോഗ്യരംഗത്ത് ശരിയാക്കാനുള്ള ഇൻസൈറ്റ്സ് നൽകിയ പ്രമോദത്തിന് പ്രത്യേക നന്ദി നേരുന്നു. ഐ തിങ്ക് കൂടുതൽ ഇതുപോലത്തെ പ്ലാറ്റ്ഫോമിൽ അങ്ങയുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ നല്ല രസമാണ്. പക്ഷേ പേഴ്സണലിലേക്ക് യു ഡെഫിനറ്റ്ലി ആസ് എ വൈഡർ ഓഡിയൻസ്, കൂടുതൽ ആളുകളിലേക്ക് അങ്ങയുടെ തോട്ട്സ് ഹെൽത്തിനെക്കുറിച്ചും സോഷ്യൽ സെക്ടറിനെ കുറിച്ചൊക്കെ ഉണ്ടാകണം. ഇറ്റ്സ് എ പ്ലഷർ ടോക്കിംഗ് ടു യു. താങ്ക്സ് എ ലോട്ട്. Thank you.